ഹായ് മക്കളെ, നമസ്കാരം. ഹോപ്സിൻ്റെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഉബൈദ് ആദിനാട്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് മാത്സ് ആൻഡ് മെൻറ്റബിലിറ്റിയുടെ സമീപകാലം നടന്ന പരീക്ഷകളുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അതെങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാമെന്നുള്ള ഒരു എക്സ്പ്ലനേഷനാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ സമയം കളയുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ക്വസ്റ്റ്യൻസ് നോക്കിയേ. ഒരു രാജ്യത്തെ നിരക്ഷരരുടെ എണ്ണം 8 വർഷം കൊണ്ട് 15 ദശലക്ഷത്തിൽ നിന്ന് 50 ലക്ഷമായി കുറഞ്ഞു എങ്കിൽ കുറവിൻ്റെ ശതമാനം എത്രയാണ്? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു രാജ്യത്തെ 8 വർഷം കൊണ്ട് സംഭവിച്ചതാണ് 15 ദശലക്ഷം. 15 ലക്ഷം ഇൻറ്റു 10, അതാണ് 15 ദശലക്ഷം എന്ന് ഉദ്ദേശിക്കുന്നത്. ദശം എന്ന് വെച്ചാൽ 10 ആണ്, ദശലക്ഷം എന്നാണ്. 15 ദശലക്ഷം എന്ന് വെച്ചാൽ 15 ലക്ഷം ഇൻറ്റു 10, 1,50,00,000 എന്നാണ് അർത്ഥം. ഓക്കെ ആണല്ലോ? അപ്പോൾ ആദ്യം നോക്കാം. 15 ലക്ഷം. ഓക്കെ, 15 ലക്ഷം. ഓക്കെ ആണല്ലോ? 15 ലക്ഷം. ഈ 15 ലക്ഷം എന്ന് പറഞ്ഞാൽ 15 ലക്ഷം തന്നെ. 15 ലക്ഷം ദശലക്ഷം എന്ന് വെച്ചാൽ 15 ലക്ഷം ഇൻറ്റു 10 എന്നർത്ഥം. എന്ന് വെച്ചാൽ 1,50,00,000 എന്നാണ്. 1,50,00,000. ഓക്കെയാണ്? 1,50,00,000. ഇതാണ് ക്വസ്റ്റ്യൻ. മനസ്സിലായല്ലോ? 1,50,00,000 നിന്ന് അത് എത്രയായി കുറഞ്ഞു? 50 ലക്ഷമായി കുറഞ്ഞു എന്നാണ് പറഞ്ഞത്. 50 ലക്ഷമായി കുറഞ്ഞു. ഓക്കെ ആണല്ലോ? 50 ലക്ഷം. ഓക്കെ, 50 ലക്ഷമായി കുറഞ്ഞു. ഓക്കെ ആണല്ലോ? 1,50,00,000 നിന്ന് അപ്പോൾ 15 ദശലക്ഷം. ദശം എന്ന് വെച്ചാൽ 10 എന്നാ. 15 ദശലക്ഷം എന്ന് വെച്ചാൽ 15 ലക്ഷം ഇൻറ്റു 10, 1,50,00,000. 1,50,00,000 നിന്ന് അത് 50 ലക്ഷമായിട്ട് കുറഞ്ഞെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 1 കോടി പേർ കുറഞ്ഞു. ഈ 8 വർഷം കൊണ്ട് നിരക്ഷരരുടെ എണ്ണം 1 കോടിയുടെ അത്രയും കുറവുണ്ടായി. 1 കോടി പേരുടെ കുറവുണ്ടായെന്നാണ് അർത്ഥം. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 1,50,00,000 നിന്നും കുറയ്ക്കാം. എത്ര? 50 ലക്ഷം കുറയ്ക്കാം. 50 ലക്ഷം കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് എത്ര? 1 കോടി എന്ന് കിട്ടും. 1 കോടി. ഓക്കെ ആണല്ലോ? 1 കോടി. 1 കോടി പേരുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ കുറവിൻ്റെ ശതമാനം ചോദിച്ചിരിക്കുന്നത്. കുറവിൻ്റെ ശതമാനം. അപ്പോൾ എത്ര പേര് കുറഞ്ഞു? 1 കോടി പേര് കുറഞ്ഞു. 1 കോടി പേര്. അപ്പോൾ 1 കോടി പേരുടെ കുറവാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. എത്രയിൽ? 1,50,00,000. 1,50,00,000. 1,50,00,000 1 കോടിയുടെ കുറവുണ്ടായി. അപ്പോൾ 1,50,00,000 50 ലക്ഷമായി കുറഞ്ഞെന്ന് വെച്ചാൽ 1 കോടിയുടെ കുറവാണുണ്ട്. അപ്പോൾ എത്ര ശതമാനം കുറഞ്ഞെന്ന് വെച്ചാൽ 1 കോടിയാണ് കുറഞ്ഞിരിക്കുന്നത്. അത് എത്ര? 1,50,00,000 1 കോടി കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? അത് എത്ര ശതമാനം എന്ന് പറയാം? ഇൻറ്റു 100 കൊടുത്താൽ. ഇൻറ്റു 100 കൊടുത്താൽ. ഓക്കെ ആണല്ലോ? ഈ 2 0 വെട്ട, ഈ 2 0 2 വെട്ട, 2 വെച്ച് വെട്ടിയല്ലോ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? നോക്കിയേ, ഇവിടെ നമുക്ക് ഇവിടെ 5 വെച്ച് വെട്ടുമ്പോൾ 3 5 15, ഈ 5 10. ഓക്കെ ആണല്ലോ? 2 ഗുണം 100. 2 ഗുണം 100 എത്ര? 200. 200 ഡിവൈഡഡ് ബൈ 3. 200നെ 3 വെച്ചരിക്കാം. 200നെ 3 വെച്ചരിക്കുമ്പോൾ 6 3 18 ശിഷ്ടം 2 0. 6 3 18 ശിഷ്ടം 2. ഇനി ഹരിക്കണ മേളിൽ പോയിന്റ് കൊടുക്കണം. പോയിന്റ് കൊടുക്കേണ്ട വെച്ച് കണക്ക് നിർത്തണം. പൂർണ്ണമായി ഹരിച്ച് കിട്ടിയത് എത്ര? 66 ആണ്. ഇനി എത്ര ഹരിക്കാനുണ്ട്? 2നെ ഹരിക്കാനുണ്ട്. എത്ര വെച്ച് ഹരിക്കാനുള്ളത്? 3 വെച്ചാണ് ഹരിക്കാനുള്ളത്. ആൻസർ 66ഉം 2/3 ശതമാനത്തിൻ്റെ കുറവാണ് സംഭവിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ? 66ഉം 2/3 ശതമാനത്തിന്റെ കുറവ്. നിരക്ഷരരുടെ എണ്ണം കുറവ്. 1,50,00,000 നിന്ന് 50 ലക്ഷമായിട്ട് കുറഞ്ഞപ്പോൾ 1 കോടി പേരുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. ആ 1 കോടി എന്ന് പറയുന്നത് 1,50,00,000 66ഉം 2/3 ശതമാനമാണ്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, നേരെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. പ്രതിവർഷം 5% എന്ന നിരക്കിൽ ഒരു നിശ്ചിത തുകയ്ക്ക് 2 വർഷത്തേക്കുള്ള കൂട്ടുപലിശ 2,050 രൂപയാണ് എങ്കിൽ അതേ നിരക്കിൽ അതേ തുകയ്ക്ക് 2 വർഷത്തേക്ക് ലഭിക്കുന്ന ലളിത പലിശ അല്ലെങ്കിൽ സാധാരണ പലിശ എത്ര രൂപയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ എന്താണ്? ഒരു നിശ്ചിത തുകയ്ക്ക് 5% നിരക്കിൽ 2 വർഷത്തേക്കുള്ള, അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 5%. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 5%. ഈ 5% നിരക്കിൽ 2 വർഷത്തേക്ക്, നമ്പർ ഓഫ് ഇയർ 2 വർഷം, 2 വർഷത്തേക്കുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നതാണ് 2,050 രൂപ. 2,050 രൂപ എങ്കിൽ ഇതേ തുകയ്ക്ക് ഇതേ പലിശ നിരക്കിൽ 2 വർഷത്തേക്ക് ലഭിക്കുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര? സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര എന്നാണ് കണ്ടുപിടിക്കുന്നത്. ഇത് ചെയ്തു പോവുകയാണെങ്കിൽ ആദ്യം മുതൽ കണ്ടുപിടിച്ചൊക്കെ ചെയ്യുന്ന രീതിയുണ്ട്. അതിനെക്കാട്ടി ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. വളരെ സിമ്പിളായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക.
നിങ്ങളുടെ മുതൽ എന്ന് പറയുന്നത് 100 രൂപ എടുക്കുക, മുതൽ 100 രൂപ എടുക്കുക, അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് കിട്ടുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് 100 രൂപ എടുക്കുക. എങ്കിൽ 2 വർഷത്തേക്ക് കിട്ടുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ 200 രൂപ. മനസ്സിലായല്ലോ? 2 വർഷത്തേക്ക് കിട്ടുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് 200 രൂപ, 1 വർഷത്തേക്ക് കിട്ടുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് 100 രൂപ, എങ്കിൽ 2 വർഷത്തേക്ക് കിട്ടുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ 200 രൂപ. അപ്പോൾ നമ്മൾ ഒരു സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്, സിമ്പിൾ ഇൻട്രസ്റ്റ് 1 വർഷത്തേക്ക് കിട്ടിയത് 100 രൂപയാണെങ്കിൽ 2 വർഷത്തേക്ക് കിട്ടിയേക്കുന്നത് 100 + 100, 100 + 100 സമയത്ത് കിട്ടി 200 രൂപ എന്ന് കിട്ടും. 200, ആ 200 എഴുതുക ബൈ 2 വർഷത്തേക്ക് കിട്ടുന്ന കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എങ്ങനെയാണെന്ന് പറയാൻ വേണ്ടി 200 രൂപയും കിട്ടും, അതിൻ്റെ 5% കിട്ടും. മനസ്സിലായി? ആദ്യത്തെ 1 വർഷത്തെ 100 രൂപയും കിട്ടും, 100 രൂപയുടെ 5% കിട്ടും. അപ്പം നിങ്ങൾ ഒറ്റ കാര്യം മാത്രം ആലോചിക്കുക, 1 വർഷത്തേക്ക് 100 ആണെങ്കിൽ 2 വർഷത്തേക്ക് 200 എന്ന് എഴുതുക, ഡിവൈഡഡ് ബൈ 200 പ്ലസ് പലിശ നിരക്ക് എഴുതുക. പലിശ നിരക്ക് എത്ര? 5%. ഇത്രയും എഴുതുക. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ എന്താണ്? 1 വർഷത്തേക്കുള്ള കൂട്ടുപലിശ സാധാരണ പലിശ 100 എന്ന് എടുത്താൽ 2 വർഷത്തേക്കുള്ള സാധാരണ പലിശ 200 എന്ന് എടുക്കുക ബൈ 200 പ്ലസ് പലിശ നിരക്ക് എത്ര? 5 എന്ന് എടുക്കുക. 200 + 5 ഇൻറ്റു ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്ന കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്ര ആണോ അതങ്ങ് എഴുതിയേക്കുക, 2050. ഇത്രയേ ഉള്ളൂ, ഇത്രയും കാര്യമുള്ളൂ. ഒറ്റ കാര്യം ആലോചിക്കുക, 1 വർഷത്തേക്കുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് 100 എന്ന് കിട്ടിയാൽ 2 വർഷത്തേക്കുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് 200. 2 വർഷത്തെ കേസിന് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ ട്രിക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. 1 വർഷത്തേക്ക് 100 രൂപയാണെങ്കിൽ 2 വർഷത്തേക്കുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് 200 എന്ന് എഴുതാം. ഇനി ആ 200 പ്ലസ് പലിശ നിരക്ക് എത്ര ആണോ അതെടുത്ത് താഴെ എഴുതുക, ഇൻറ്റു ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്ന 205 രൂപയാണ് എന്തെന്ന് പറയാം, അല്ല 2050 രൂപയാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. നോക്കാം, 200 ഡിവൈഡഡ് ബൈ 200 + 5 എത്ര? 205 ഇൻറ്റു 2050 എന്ന് കിട്ടും. 2050 ഇവിടെ വെട്ടാം. 1 205 205, 1 205 205, 1 0 10 എന്ന് വായിക്കാം. 10 × 200 2000 രൂപ. അവിടുത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 2000 രൂപയായിരിക്കും. 2000 രൂപ സിമ്പിൾ ഇൻട്രസ്റ്റ്. ഇനി ഒറ്റ കാര്യം ചിന്തിച്ച്, 2 വർഷത്തേക്കുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് 2000 രൂപയാണെങ്കിൽ 1 വർഷത്തേക്ക് കിട്ടുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര? 2 വർഷത്തേക്ക് 2000 ആണെങ്കിൽ 1 വർഷത്തേക്ക് 1000 രൂപ ആയിരിക്കും. സിമ്പിൾ ഇൻട്രസ്റ്റ് ആദ്യത്തെ വർഷം 1000 രൂപ, രണ്ടാമത്തെ വർഷം 1000 രൂപ. 1000 കൂടുമ്പോൾ എത്ര കിട്ടി? 2000 എന്ന് കിട്ടി. ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ കേസ് നോക്കുവാണെങ്കിൽ ആദ്യ വർഷം 1000 രൂപയായിരിക്കും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടുന്നത്. രണ്ടാമത്തെ വർഷം ഈ 1000 രൂപയും കിട്ടും, ഈ 1000 രൂപയുടെ 5% കിട്ടും. 1000 രൂപയുടെ 5% കിട്ടും. 1000 രൂപയുടെ 5%. ഓക്കെ ആണല്ലോ? 5% ആകുമ്പോൾ ഈ 2 0, ഈ 2 0 കിട്ടും. 5 × 10 50 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എത്ര കിട്ടി? 1000 + 1000 2000, 2000 + 50 2050 കിട്ടുമെന്നല്ലേ ക്വസ്റ്റിനിൽ പറയുന്നത്? 2050. അപ്പോൾ എന്താ? 2 വർഷത്തേക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 2050 ആണെങ്കിൽ 1 വർഷത്തേക്കുള്ള 2 വർഷത്തേക്കുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് 2000 ആയിരിക്കും. 2 വർഷത്തേക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് 2000 ആണെങ്കിൽ 1 വർഷത്തേക്ക് 1000 ആയിരിക്കും. 1 വർഷം 1000 രൂപ, 2 വർഷം കൂടെ 1000 2000 രൂപ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആദ്യത്തെ വർഷം 1000 രൂപ തന്നെ കിട്ടും, രണ്ടാമത്തെ വർഷം 1000 കിട്ടും. ആ 1000ന്റെ 5% കിട്ടും. 1005% 50 രൂപ. 50ഉം 1000ഉം കൂടുമ്പോൾ 1050, 1050, 1000, 2000. അങ്ങനെ 2050 രൂപ കിട്ടുമെന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒറ്റ കാര്യം മാത്രം ആലോചിക്കുക, ഒരു സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടുന്നത് 100 രൂപ എന്ന് എടുക്കുക. അപ്പോൾ 2 വർഷത്തേക്ക് 200 രൂപ. ആ 200 എഴുതുക, താഴെ 200 + 5% വന്നില്ലേ, പലിശക്ക് എത്രയാണോ പറയുന്നത് അത് എഴുതുക, ഇൻറ്റു കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 205 എന്ന് എഴുതുക. അപ്പോൾ എന്താ? 200 ഡിവൈഡഡ് ബൈ 205 ഇൻറ്റു 2050 വെട്ടുമ്പോൾ കിട്ടുന്ന ഉത്തരവായിരിക്കും നമുക്ക് 2 വർഷത്തേക്ക് ചോദിച്ചാൽ നിങ്ങൾ ഈ ട്രിക്ക് ഉപയോഗിക്കുകയെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്യും. ഇത് ഞാൻ ചുമ്മാ ഉദാഹരണം ചെയ്ത് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ആൻസർ ഇത്രയേ ഉള്ളൂ. ഈ ട്രിക്ക് നിങ്ങൾ ഉപയോഗിക്കുകയെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാം. ഈ 2 വർഷത്തേക്ക് നമുക്ക് ഇത് ഉപയോഗിക്കാനും പറ്റത്തുള്ളൂ. ഇല്ല എങ്കിൽ നമ്മൾ ഇത് വെച്ചിട്ട് ഇതിൻ്റെ മുതൽ കണ്ടുപിടിക്കണം, പി കണ്ടുപിടിക്കണം. പി കണ്ടുപിടിച്ച് ചെയ്യുക എന്ന് വെച്ചാൽ നല്ല സ്റ്റെപ്പാണ്. അതിനെക്കാട്ടി ഏറ്റവും സിമ്പിൾ ട്രിക്ക് ഇതാണ്. ഈ രീതി ചെയ്താൽ മതി. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 200 മീറ്റർ നീളമുള്ള ട്രെയിൻ 320 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോമിനെ മറികടക്കാൻ 13 സെക്കൻഡ് എടുക്കുന്നു എങ്കിൽ ഇതേ ട്രെയിൻ 160 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോമിനെ മറികടക്കാൻ എടുക്കുന്ന സമയം എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ 200 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 320 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോമിനെ മറികടക്കാൻ 13 സെക്കൻഡ് എടുക്കുന്നു എങ്കിൽ നമുക്ക് എത്ര? 160 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോമിനെ മറികടക്കാൻ എടുക്കുന്ന സമയം എത്ര? ഇത് വളരെ സിമ്പിളായിട്ട് ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ എന്ന് നോക്കുക, ഇല്ലെങ്കിൽ ഇതിൻ്റെ പ്രോപ്പർ വേയിൽ ഞാൻ കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ട്രെയിൻ ഒരു പാലത്തെയോ
ഒരു പ്ലാറ്റ്ഫോമിനെയോ വേറെ ട്രെയിനെയോ ഒരു തുരങ്കത്തെയോ മറികടക്കുന്നു പറഞ്ഞാൽ രണ്ട് നീളോടെ കൂട്ടിയിട്ട് വേണം ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കാൻ. ഒരു ട്രെയിൻ ഒരു പാലത്തെയോ ഒരു പ്ലാറ്റ്ഫോമിനെയോ വേറെ ട്രെയിനെയോ ഒരു തുരങ്കത്തെയോ മറികടക്കുന്നു വെച്ചാൽ രണ്ട് നീളോടെ കൂട്ടിയിട്ട് വേണം എന്തിനു മറികടക്കാൻ, രണ്ട് നീളോടെ കൂട്ടിയിട്ട് വേണം ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കാൻ. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങളിവിടെ കാര്യം മനസ്സിലായി, ഒരു ട്രെയിൻ ഒരു പാലം അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ ഈ രണ്ടും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നത്. സിമ്പിൾ ലോജിക്ക് ഉപയോഗിച്ചാൽ 200 മീറ്റർ നീളമുള്ള ട്രെയിൻ 320 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോമിനെ മറികടക്കുന്നു എന്ന് പറഞ്ഞാൽ 200 മീറ്റർ നീളമുള്ള ട്രെയിൻ 320 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോമിനെ മറികടക്കാനാണ് 13 സെക്കൻഡ്. അപ്പോൾ നമുക്ക് എന്താ ഇവിടെ എന്താണ്, ഈ ട്രെയിൻ തന്നെ മറികടക്കണമെങ്കിൽ 200 മീറ്റർ നീളവും വേണം, ട്രെയിനിന്റെ നീളമായി 200 മീറ്റർ വേണം, 320 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോമിനെ മറികടക്കണം. അപ്പോൾ എന്താണ് മൊത്തത്തിൽ എത്ര, 520 മീറ്റർ. 520 മീറ്റർ ഉണ്ടെങ്കിൽ 520 മീറ്റർ നീളം അത് ഓടണം. ദൂരം അത് ഓടിയാലേ അത് മറികടക്കാൻ പറ്റും. അതാണ് അതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? 200 മീറ്റർ നീളമുള്ള ട്രെയിൻ 320 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോമിനെ മറികടക്കണമെങ്കിൽ രണ്ട് നീളോടെ കൂട്ടിയിട്ടാണ് നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ രണ്ടുകൂടെ കൂട്ടുന്ന 520 മീറ്റർ എന്ന് പറഞ്ഞായിരിക്കും ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമുക്ക് ഇവിടെ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. വളരെ ഷോർട്ടായിട്ട് ഒറ്റ ട്രിക്ക് നമുക്ക് തരാൻ പറഞ്ഞുതരാം. അപ്പോൾ എന്താണ്, ഈ 520 മീറ്റർ സഞ്ചരിക്കാനാണ് ഈ ട്രെയിൻ എന്തെടുക്കുന്നത്, 13 സെക്കൻഡ്സ് എടുക്കുന്നത്. എത്രയാണ്, 520 മീറ്റർ സഞ്ചരിക്കാനാണ് ഈ ട്രെയിൻ എന്താണ് 13 സെക്കൻഡ്സ് എടുക്കുന്നത് എന്നാണ് നമുക്ക്. ഓക്കെ, സിമ്പിൾ ലോജിക് ചെയ്ത്. എങ്കിൽ ഇതേ ട്രെയിൻ 160 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോമിനെ മറികടക്കാനല്ലേ യോജിക്കണേ. 160 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോമിനെ മറികടക്കണമെങ്കിൽ ആദ്യം ഈ ട്രെയിനിന്റെ നീളമായ 200 മീറ്ററും പ്ലാറ്റ്ഫോമിന്റെ നീളമായ 160 മീറ്ററോട് കൂട്ടിയിട്ട് 360 മീറ്റർ. അത്ര 200 മീറ്റർ നീളവും ഉള്ള ട്രെയിനും 160 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോമിനെ മറികടക്കുക വെച്ചാൽ 360 മീറ്റർ അതിന് മറികടക്കണം. 360 രണ്ടുകൂടെ കൂട്ടിയിട്ട് ഡിസ്റ്റൻസ് എടുക്കുന്നത്. അപ്പോൾ ഈ 520 മീറ്റർ മറികടക്കാനാണ് എത്ര എടുക്കുന്നത്, 13 സെക്കൻഡ് എടുക്കുന്നത്. ഈ ട്രെയിൻ 200 മീറ്റർ നീളമുള്ള ഈ ട്രെയിൻ 160 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം എന്ന് വെച്ചാൽ 360. ഈ 360 മീറ്റർ മറികടക്കാൻ ഈ ട്രെയിൻ എത്ര സമയം എടുക്കും എന്ന് കണ്ടുപിടിച്ച് വെച്ചത്. അപ്പോൾ 520 മീറ്ററിന് 13 സെക്കൻഡ് എങ്കിൽ 360 മീറ്ററിന് എത്ര സെക്കൻഡ് എന്ന് കണ്ടുപിടിച്ചാൽ മതി. ഇത് ക്രോസ് ചെയ്ത് ഗുണിച്ച് വെച്ചാൽ അത് ക്രോസ് ചെയ്യുമ്പോൾ എത്ര കിട്ടിയടോ, 13 ഇൻറ്റു 360 ഡിവൈഡഡ് ബൈ ഇതുണ്ട്. ഇത് തമ്മിൽ ക്രോസ് ചെയ്ത് ഗുണിക്കുക, ഈ സംഖ്യ എടുത്ത് താഴെ എഴുതുക. ഈ 360ഉം ഈ 13 കൂടെ ക്രോസ് ചെയ്ത് ഗുണിക്കുക. എന്നിട്ട് ഇവിടുത്തെ നമ്പർ ഏതാണോ അതെടുത്ത് താഴെ എഴുതുക. എത്ര, 520 എന്ന് എഴുതുക. ഈ 0 ഈ 0 നമുക്ക് വെട്ടിക്കളയാം. വെട്ടിക്കളഞ്ഞല്ലോ. ഇത് നമുക്ക് എത്ര വെച്ച് കിട്ടാം, 13 വെച്ച് കിട്ടാം. ഒരു 13 2 13 26 3 13 39 4 13 52 എന്ന് പറയും. മനസ്സിലായല്ലോ? ഇവിടെ 8 4 കിട്ടും. ഒരു 4 4 9 4 36 ആൻസർ 9 സെക്കൻഡ്സ് എന്ന് കിട്ടും. ഈ ട്രിക്ക് ഉപയോഗിക്കാമെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൻ്റെ വളരെ ഫാസ്റ്റായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. 200 മീറ്റർ നീളമുള്ള ട്രെയിൻ 320 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോമിന് മറികടക്കുന്ന വെച്ചാൽ മൊത്തത്തിൽ 520. ഈ 520 മീറ്ററിനാണ് 13 സെക്കൻഡ് എങ്കിൽ 200 മീറ്റർ നീളമുള്ള ട്രെയിൻ 160 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോമിന് മറികടക്കുന്ന വെച്ചാൽ 360 മീറ്റർ മറികടക്കാൻ എത്ര സമയം എടുക്കും? ഇത് ക്രോസ് ചെയ്ത് ഗുണിച്ചാൽ ആൻസർ 9 സെക്കൻഡ് എന്ന് കിട്ടും. ഇനി പ്രോപ്പർ വേയിൽ പറഞ്ഞാൽ 200 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 320 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോമിൽ മറികടക്കുന്ന വെച്ചാൽ 520 മീറ്റർ ആണ് അവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അവിടുത്തെ ഡിസ്റ്റൻസ് എത്രയാണ്, 520 മീറ്റർ ആണ്. ഈ 520 മീറ്റർ മറികടക്കാൻ അപ്പോൾ 200 മീറ്റർ നീളം ട്രെയിൻ 320 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം എന്ന് വെച്ചാൽ 520 മീറ്റർ ആണ്. ഈ 520 മീറ്റർ ആണ് നമുക്ക് എന്തായിട്ട് കിട്ടുന്നത്, ഡിസ്റ്റൻസ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ടൈം പറയുന്നുണ്ട്. ടൈം എന്ന് പറഞ്ഞാൽ 13 സെക്കൻഡ്സ് എന്ന് കിട്ടും. 13 സെക്കൻഡ്. അപ്പോൾ ഡിസ്റ്റൻസും കിട്ടി, ടൈമും കിട്ടി. എങ്കിൽ നമുക്ക് സ്പീഡ് കണ്ടുപിടിക്കാം. ഈ ട്രെയിനിന്റെ സ്പീഡ് കണ്ടുപിടിക്കാം. സ്പീഡ് എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ 520 ഡിവൈഡഡ് ബൈ 13. ഓക്കെ ആണല്ലോ? ഇത് മീറ്ററും ഇത് സെക്കൻഡും. ഒരു 13 4 4 ഗുണം 10 40 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. 40 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ള ഉത്തരം കിട്ടും. 40 മീറ്റർ പെർ സെക്കൻഡ്. ഈ ട്രെയിനിന്റെ വേഗത 40 മീറ്റർ പെർ സെക്കൻഡാണ്. ഈ 40 മീറ്റർ പെർ സെക്കൻഡ് വേഗതയുള്ള ഇതേ ട്രെയിൻ എത്രയാണ്, 160 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോമിനെ മറികടക്കുന്നു. അപ്പോൾ അടുത്ത ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ഡിസ്റ്റൻസ് 1 ആണ്. ഇത് അടുത്ത ഡിസ്റ്റൻസ് 2 കണ്ടുപിടിക്കുക. ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ 200 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 160 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോമിനല്ലേ. 160 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം എന്ന് വെച്ചാൽ 360 മീറ്റർ എന്നിട്ട് ഈ 360 മീറ്റർ മറികടക്കാൻ എത്ര സമയം എടുക്കും? അപ്പോൾ നമ്മുടെ ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്. പുതിയ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 360 മീറ്റർ ബൈ സ്പീഡ് എന്ന് വെച്ചാൽ 40 മീറ്റർ പെർ സെക്കൻഡ്. ഇത് മീറ്റർ പെർ സെക്കൻഡ്. മീറ്ററോടെ ക്യാൻസൽ ആയിപ്പോയി. 0 ഇട്ട 36 4 വെച്ചിരിക്കുമ്പോൾ 9 നിട്ട് 9 4 36 ആണ്. 9 സെക്കൻഡ് നിട്ടു. ഇങ്ങനെയാണ് ഇത് പ്രോപ്പർ രീതിയിൽ ചെയ്യുന്നത്. മനസ്സിലായോ? 200 ആദ്യം ട്രെയിനിന്റെ വേഗത കണ്ടുപിടിക്കണം. ആ വേഗത കൊണ്ടുവന്നിട്ട് രണ്ടാമത്തെ ട്രെയിനിന്റെ ഡിസ്റ്റൻസ്, ട്രെയിനിന്റെ 200 മീറ്റർ നീളവും 160 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോമെ 360 വെച്ച് ഹരിച്ച് 9 സെക്കൻഡ് എടുക്കണം. അങ്ങനെ ചെയ്യുന്നതിനെക്കാട്ടി ഏറ്റവും എളുപ്പം 200 മീറ്റർ 320 കൊണ്ടുപോകുമ്പോൾ 520 മീറ്റർ മറികടക്കാൻ 13 സെക്കൻഡ് എങ്കിൽ
200 മീറ്റർ നീളമുള്ള ട്രെയിൻ 160 മീറ്ററുള്ള പ്ലാറ്റ്ഫോം എന്ന് വെച്ചാൽ 360 മീറ്റർ കടക്കാൻ എത്ര സമയം എടുക്കും? ക്രോസ് ചെയ്ത് ഗുണിച്ച് വെച്ചാൽ അത് ആൻസർ 9 സെക്കൻഡ് എന്ന് കിട്ടും. ഇതായിരിക്കും ഏറ്റവും എളുപ്പം. പിന്നെ നിങ്ങൾക്ക് ചിലർ ഇതായിരിക്കും പഠിച്ചു വെച്ചേക്കുന്നത്, ഇതാണ് താല്പര്യമെങ്കിൽ ഈ രീതി ചെയ്തോ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 7 raised to x minus 3 into 5 raised to 2x minus 8 equal to 1225 ആയാൽ എക്സിൻ്റെ വില എത്ര? മനസ്സിലായല്ലോ? അപ്പം എന്താണോ 7 raised to x minus 3 into 5 raised to 2x minus 8 is equal to 1225 ആയാൽ എക്സിൻ്റെ വില എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. അത് ആദ്യം ചെയ്യുന്നത് വെച്ചാൽ സമത്തിന് അപ്പുറമുള്ള സംഖ്യകളുടെ ഏതെങ്കിലും ബേസുകൾ ഈക്വലായാൽ അവയുടെ പവറുകൾ ഈക്വലായിരിക്കും. സമത്തിന് അപ്പുറമുള്ള സംഖ്യകളുടെ ബേസുകൾ ഈക്വലായാൽ പവറുകൾ, ഇപ്പുറത്ത് 7 ആണ്, ഇവിടെ 7 ആണെങ്കിൽ മേളിൽ കിടക്കുന്ന പവറുകൾ ഈക്വലായിരിക്കും. ഇപ്പുറത്ത് 5 ആണ്, ഇവിടെ 5 ആണെങ്കിൽ മേളിൽ കിടക്കുന്ന പവറുകൾ ഈക്വലായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ഈ 1225 ഒരു ചേഞ്ചസ് വരുത്താം. എങ്ങനെയാണെന്ന് വെച്ചാൽ 1225 ഞാനൊന്ന് ഫാക്ടറൈസ് ചെയ്യുക, ഘടകങ്ങളാക്കുക. 5 വെച്ച് ഹരിച്ചു. അണ്ടേ ഈ 5 10 ഇഷ്ടം 2 4 5 20 I 5 25. വീണ്ടും 5 വെച്ച് ഹരിച്ചു. 4 5 20 9 5 45. ഇനി 7 വെച്ച് ഹരിക്കാം. 7 7 49 എന്ന് വെച്ചാൽ ഇതിങ്ങനെയാണ് 5 × 5 × 7 × 7 എന്ന് പറയുന്നതാണ് 1225. 5 × 5 × 7 × 7 എന്ന് പറയുന്നതാണ് 1225. ഈ 5 × 5 എന്ന് വെച്ചാൽ എന്താ? 5ൻ്റെ സ്ക്വയറ്. 7 × 7 എന്ന് വെച്ചാൽ എന്താ? 7ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നതാണ് 1225. 5ൻ്റെ സ്ക്വയറ് × 7ൻ്റെ സ്ക്വയറ് ആണല്ലോ 1225. എങ്കിൽ ഞാനിവിടെ എഴുതാം 7 raised to x minus 3 into 5 raised to 2x minus 8 equal to ഈ 1225 പകരം 5 raised to 2 into 7 raised to 2 എന്ന് ഞാൻ എഴുതും. അല്ലെങ്കിൽ 7 raised to 2 into 5 raised to 2. രണ്ടായാലും ഒരേ ഒന്ന്. 5 raised to 2 into 7 raised to 2 അല്ലെങ്കിൽ 7 raised to 2 into 5 raised to 2 ആയാലും എല്ലാം ഒന്ന് തന്നെ എന്ന് എഴുതാം. ഇത് നമുക്ക് ഗുണിക്കുന്നതാണ്. അപ്പോൾ ഇനി നോക്കിയേ, ഈ സമത്തിന് ഇപ്പുറത്തെ ബേസ് എത്ര? 7. സമത്തിന് അപ്പുറത്തെ ബേസ് എത്ര? 7. ബേസുകൾ തുല്യമായാൽ പവറുകളും തുല്യമായിരിക്കും. ഇപ്പോൾ ഇവിടുത്തെ ബേസ് 7, ഇവിടുത്തെ ബേസ് 7 ആയാൽ അപ്പോൾ എന്താ ഇങ്ങനെ എഴുതാമല്ലോ. 7 raised to x minus 3 is equal to 7 raised to 2 എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ? ബേസുകൾ രണ്ടിടത്ത് ഈക്വലായി. ബേസുകൾ ഈക്വലായാൽ മേളിൽ കിടക്കുന്ന പവറുകൾ ഈക്വലായിരിക്കും. സമത്തിന് അപ്പുറമുള്ള സംഖ്യകളുടെ ബേസുകൾ ഈക്വലായാൽ മേളത്തെ പവറുകൾ ഈക്വലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ബേസ് 7, ഇവിടെ 7 ആണ്. മേളിൽ കിടക്കുന്ന പവറായ x minus 3 is equal to 2 എന്ന് എഴുതാം. x minus 3 is equal to 2 എന്ന് എഴുതാം. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയാണെന്ന് വെച്ചാൽ ഈ -3 അപ്പുറത്ത് പോകുമ്പോൾ +3 അപ്പോൾ x is equal to 2. -3 അപ്പുറത്ത് പോകുമ്പോൾ +3 ആയി 5 എന്ന് കിട്ടും. എക്സിൻ്റെ വാല്യൂ 5. ഇത്രയേ ഉള്ളൂ ആൻസർ. എക്സിൻ്റെ വില എത്രയാണെന്ന് വെച്ചാൽ 5. ഇനി ഞാനിപ്പോൾ ഈ എടുത്തതിന് പകരമായിട്ട് ഞാനിപ്പോൾ എത്ര എടുത്തത്? 7 raised to x minus 3 is equal to 7 raised to 2 അല്ലേ എടുത്തത്? നിങ്ങൾ 7 എടുക്കുന്നില്ല, പകരം 5 ആയി എടുക്കുന്നതെന്ന് വിചാരിച്ചു. 5 എടുക്കുന്നത് ഞാൻ നോക്കാം. 5 raised to 2x minus 8 equal to 5 raised to 2 എന്ന് കൊടുത്തു. ഇത്രയും കൊടുത്തല്ലോ. നമുക്ക് നോക്കാം. ഇനി നമുക്ക് എന്താ ചെയ്യാം? ഇപ്പോൾ സമത്തിന് അപ്പുറമുള്ള സംഖ്യകളുടെ ബേസുകൾ തുല്യമായാൽ മേളിൽ കിടക്കുന്ന പവറുകളും തുല്യമാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, മേളിൽ കിടക്കുന്ന പവറായ 2x minus 8 എന്ന് പറഞ്ഞാൽ 2ന് തുല്യമാണ്. ഈ -8 അപ്പുറത്ത് പോകുമ്പോൾ +8 ആവും. എക്സ് എല്ലാ ഒരു സൈഡിലാക്കണം, എക്സ് ഇല്ലാത്ത എല്ലാ ഒരു സൈഡിലാക്കണം. അപ്പോൾ എക്സ് ഇല്ലാത്തൊരു നമ്പർ ഒരു -8 ഉണ്ട് +2 ഉണ്ട്. ഇതിനങ്ങ് സമത്തിനപ്പുറം പോകുമ്പോൾ 2x is equal to 2 -8 അപ്പുറത്ത് പോകുമ്പോൾ +8 എന്ന് കിട്ടും. എന്നുവെച്ചാൽ 2x is equal to -8 രണ്ടും കൂടെ കൂടുമ്പോൾ 10 എന്ന് കിട്ടും. അല്ല +8 രണ്ടും കൂടെ കൂടുമ്പോൾ 10 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ? ഇനി എന്തോ നമുക്ക് എക്സിൻ്റെ വിലയാണ് വേണ്ടത്. അപ്പോൾ 2 × x ആണ് 2x. അപ്പോൾ 2 × ഇതൊക്കെ ഇപ്പുറത്ത് വരുമ്പോൾ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ x is equal to 10/2 സമയത്ത് കിട്ടി 5. എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 5. ഇതെടുത്താലും 5 കിട്ടും, ഇതെടുത്താലും 5 കിട്ടും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ചേർന്നെടുക്കുന്നതായിരിക്കും നല്ല. 7 raised to x minus 3 is equal to 7 raised to 2 എന്ന് പറഞ്ഞ് എടുക്കുന്നതായിരിക്കും നല്ല. പെട്ടെന്ന് ആൻസർ കയറാം. ഇതാകുമ്പോൾ കുറച്ച് 1-2 സ്റ്റെപ്പ് കൂടെ അധികം വരും. അതുകൊണ്ട് ഇതിനകത്ത് ഏതെടുത്താലും ആൻസർ 5 തന്നെ എടുത്തോളൂ. അപ്പോൾ എക്സിൻ്റെ ആൻസർ 5 എന്നാണ് കിട്ടുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 552 എന്ന തുക കിട്ടാൻ 2,10,18 എന്ന ശ്രേണിയുടെ എണ്ണം എത്ര എണ്ണം എടുക്കണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര എണ്ണം എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് നമ്മുടേതായ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ 2,10,18 എന്ന ശ്രേണിയുടെ എത്ര പദങ്ങളുടെ തുകയാണ് 552. ഇതാണ് കറക്റ്റ്. മനസ്സിലായല്ലോ? 2,10,18 എക്സെട്ര എന്ന ശ്രേണിയുടെ എത്ര പദങ്ങളുടെ തുകയാണ് 552 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ എഴുതാം. 2,10,18
10,18 എക്സെട്ര എന്ന ശ്രേണിയുടെ എത്ര പദങ്ങൾ കൂട്ടുമ്പോഴാണ് തുകയാണ് ചോദിച്ചിരിക്കുന്നത്. തുകയാണ്, സമ്മാണ്. എന്നുവെച്ചാൽ സം എന്ന് പറയുന്നതാണ് സം എന്ന് പറയുന്നതാണ് എത്ര 552 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ സം. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് വെച്ചാൽ ഇത് ചെയ്യുക എന്ന് പറയുന്നത് എപ്പോഴും ഓപ്ഷനിൽ നിന്ന് ചെയ്യുന്നതാണ് നല്ലത്. ഓപ്ഷനിൽ നിന്ന് ചെയ്താൽ മാത്രമേ നമുക്കിത് ഇച്ചിരൂടെ എളുപ്പത്തിൽ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ എ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 10, ബി ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 12, സി ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 14, ഡി ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 16. 4 ഓപ്ഷൻസ് ആണ്. എത്രയ്ക്കാ? 10, 12, 14, 16. എ ഓപ്ഷൻ 10, ബി ഓപ്ഷൻ 12, സി ഓപ്ഷൻ 14, ഡി ഓപ്ഷൻ 16. ഓക്കെ ആണല്ലോ. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണുള്ളത്. ഇത് ഓപ്ഷനിൽ നിന്ന് കയറുന്നതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ ഇത് ഒരുപാട് ചെയ്ത് ക്വാഡ്രാറ്റിക് ഇക്വേഷനൊക്കെ ചെയ്യേണ്ടി വരും, നല്ല ടൈം എടുക്കും. നമുക്ക് ഇതിലൂടെ ഞാൻ ചെയ്യേണ്ടത്, ഒരു സമാന്തര ശ്രേണിയിലെ ഒരു പദത്തിലൂടെ പൊതുവ്യത്യാസം ഒരു വട്ടം കൂട്ടിയാൽ രണ്ടാം പദം കിട്ടും. ആദ്യം നമുക്ക് നോക്കാം ഇവിടുത്തെ പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് എത്ര നോക്കാം. കോമൺ ഡിഫറൻസ് ഡി എന്ന് പറഞ്ഞാൽ ഒരു പദത്തിൽ നിന്ന് അതിന് തൊട്ട് മുന്നിലത്തെ പദം കുറച്ചാൽ മതി. ഒരു കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം എങ്ങനെ കണ്ടുപിടിക്കുക വെച്ചാൽ ഒരു പദത്തിൽ നിന്ന് അതിന് തൊട്ട് മുന്നിലത്തെ പദം കുറയ്ക്കുന്നതാണ് പൊതുവ്യത്യാസം. അപ്പോൾ 10ൽ നിന്ന് 2 കുറയ്ക്കുന്നതാണ് 8. അല്ലെങ്കിൽ നോക്കിയേ, അല്ലെങ്കിൽ 18ൽ നിന്ന് 10 കുറച്ച് 18ൽ നിന്ന് 10 കുറച്ചാൽ 8 കിട്ടും. അപ്പോൾ ഇവിടുത്തെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 8 ആണ്. ഓക്കെ ആണല്ലോ. ഇനി നോക്കിയേ, ഈ 2 എന്ന് പറഞ്ഞ ഒരു ശ്രേണിയുടെ പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് 8 അല്ലയോ? ഒരു വട്ടം കൂട്ടുമ്പോൾ 10 കിട്ടും. രണ്ടാം പദം കിട്ടി, രണ്ടാം പദം. അപ്പം രണ്ടാം പദം കണ്ടുപിടിക്കാൻ ഒന്നാമത്തെ പദത്തിനോട് പൊതുവ്യത്യാസം ഒരു വട്ടം കൂട്ടിയാൽ മതി. ഇനി മൂന്നാം പദം കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ഒന്നാമത്തെ പദത്തിന്റെ കൂടെ പൊതുവ്യത്യാസം എത്ര വട്ടം കൂട്ടിയാൽ? 2 വട്ടം കൂട്ടിയാൽ. 2 വട്ടം നോക്കിയേ, 8 വട്ടം 16, 2 18 18 കിട്ടുന്നതാണ് മൂന്നാം പദം കിട്ടും. മൂന്നാം പദം. അപ്പോൾ ഒരു പദത്തിലൂടെ പൊതുവ്യത്യാസം ഒരു വട്ടം കൂട്ടിയാൽ രണ്ടാം പദം കിട്ടും. 2 വട്ടം കൂട്ടിയാൽ മൂന്നാം പദം കിട്ടും. 3 വട്ടം കൂട്ടിയാൽ 4ആം പദം കിട്ടും. 10 വട്ടം കൂട്ടിയാൽ 11ആം പദം കിട്ടും. മനസ്സിലായോ? അതാണ് ഒരു രീതി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ലോജിക്ക് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നിട്ട് ഇവയുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. 2 ഇക്വേഷൻ ഉണ്ട്. അതിൽ ഏറ്റവും എളുപ്പമായിട്ടുള്ള ഞാൻ ഈ പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കാൻ കുറച്ചുകൂടെ കാൽക്കുലേഷൻ എളുപ്പമായിരിക്കും. രണ്ടെണ്ണം. എസ് എൻ കണ്ടുപിടിക്കാൻ 2 ഇക്വേഷനാണ്. എസ് എൻ ഈസിക്കൽ ടു n/2 ഇൻറ്റു TN plus T1. ഈ ഇക്വേഷൻ ഉപയോഗിക്കാനായിരിക്കും ഇച്ചിരി ബെറ്റർ. ഓപ്ഷനിൽ കയറുമ്പോൾ ഇത് വേറെ ഇക്വേഷൻ ഉണ്ട്. എസ് എൻ ഈസിക്കൽ ടു n/2 ഇൻറ്റു 2a plus n-1 ഇൻറ്റു ഡി. ഈ ഇക്വേഷൻ എന്ന് വെച്ചാൽ അവസാന പദം തന്നിട്ടില്ലെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. ഇവിടെ അവസാന പദം തന്നിട്ടില്ല. അപ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ നോക്കിയാൽ കുറച്ച് ടൈം കൂടുതലെടുക്കും. പക്ഷെ ഇവിടെ അവസാന പദം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അവസാന പദം ഓപ്ഷനിൽ നിന്ന് കയറുമ്പോൾ നമുക്ക് അവസാന പദം കണ്ടുപിടിക്കാൻ പറ്റും. അത് വെച്ച് ചെയ്യുമ്പോൾ ഇതായിരിക്കും ഇച്ചിരി ബെറ്റർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത് വെച്ച് ഞാൻ വളരെ ഫാസ്റ്റായിട്ട് ഇതിനെക്കാട്ടിലും ഫാസ്റ്റായിട്ട് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. അത് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കിയേ, ഇവിടുത്തെ എ എന്ന് പറയാം, അല്ലെങ്കിൽ T1 എന്ന് പറഞ്ഞ ആദ്യ പദം എ അല്ലെങ്കിൽ T1. എ എന്ന് പറഞ്ഞാലും T1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പദം. ഇവിടുത്തെ ആദ്യത്തെ പദം തന്നിട്ടുണ്ട്. എത്ര? ആദ്യത്തെ പദം എന്ന് വെച്ചാൽ 2 ആണ് ആദ്യത്തെ പദം. ഓക്കെ ആണല്ലോ. പൊതുവ്യത്യാസം 8 കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഓപ്ഷൻ എടുക്കാം. 10ാം പദമാണ് അവസാനത്തെ പദം. 10ാം പദം എന്ന് പറയുന്നതാണ് അവസാനത്തെ പദം. ഓക്കെ ആണല്ലോ. ഓക്കെ, നമുക്ക് 10 ഓപ്ഷൻ 10 ഇട്ട് നോക്കുക. അപ്പോൾ എന്നിൻ്റെ വാല്യൂ ഞാൻ 10 എന്ന് കൊടുക്കുക. ഇപ്പം എന്നിൻ്റെ വാല്യൂ 10. ഓക്കെ, അപ്പോൾ എസ് എൻ ഈസിക്കൽ ടു n/2. n എന്ന് വെച്ചാൽ 10/2 ഇൻറ്റു TN അവസാനത്തെ പദം. അവസാന പദം എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഓപ്ഷൻ 10 എടുത്താൽ 10ാമത്തെ പദം. 10ാം പദം എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 10ാം പദം എങ്ങനെ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ ഒന്നാമത്തെ പദത്തിലൂടെ പൊതുവ്യത്യാസം 9 വട്ടം കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 10ാം പദം കിട്ടുന്നത്. 10ാം പദം ഒന്നാമത്തെ പദത്തിലൂടെ പൊതുവ്യത്യാസം. ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നാമത്തെ പദത്തിലൂടെ പൊതുവ്യത്യാസം ഒരു വട്ടം കൂട്ടിയാൽ രണ്ടാം പദം, 2 വട്ടം കൂട്ടിയാൽ മൂന്നാം പദം. അപ്പോൾ 9 വട്ടം കൂട്ടിയാൽ 10ാം പദം. അപ്പോൾ ഒന്നാം പദം നമുക്ക് എത്ര എഴുതി? ഇവിടെ 2 എന്നറിയാം. എ എന്ന് പറഞ്ഞാൽ 2 ആണ്. പ്ലസ് 9 ഗുണം ഡി. 9 ഗുണം ഡി എന്ന് പറഞ്ഞാൽ എത്ര? 8. 9 ഗുണം ഡി അതാണ് 2 പ്ലസ് 9 8 72. 72. ഓക്കെ, 72 പ്ലസ് 2. 72 പ്ലസ് 2 എന്ന് വെച്ചാൽ 74 എന്ന് കിട്ടും. 74. ഈ 74 10ാം പദം അല്ലെങ്കിൽ അവസാന പദം. ആ അവസാന പദമായ 74 നമ്മൾ ഇട്ട് കൊടുക്കുക. 74 പ്ലസ് T1 അല്ലെങ്കിൽ ആദ്യ പദം എത്ര? 2.
ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഈ കിട്ടുന്ന ക്വസ്റ്റ്യന് പറഞ്ഞ 552 കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ 10നെ 2 വെച്ച് ഹരിച്ചു, 10നെ 2 വെച്ച് ഹരിച്ചപ്പോൾ 5 നീട്ടി. ഓക്കെ, 74 ഇൻറ്റു 74 2 കൂടുമ്പോൾ 76. ഓക്കെ, 74 2 കൂടുമ്പോൾ 76 ആണ്. കൂട്ടിക്കഴിഞ്ഞാൽ ബ്രാക്കറ്റ് വേണ്ട, ബ്രാക്കറ്റ് പൊളിക്കുക, ഉടനെ ഗുണനച്ചിഹ്നം കൊടുക്കുക. 76 ഇൻറ്റു 5 നോക്കുക, 76 ഇൻറ്റു 5 ചെയ്യുമ്പോൾ ഈ ഉത്തരം കിട്ടിയ ആൻസർ 10 ആണ് ആൻസർ. ഓക്കെ, 76 ഗുണം 5 നോക്കുക, 2 5 6 30 0 ശിഷ്ടം 3 7 35 3 38 380 ആണ് കിട്ടുന്നത്. മനസ്സിലായല്ലോ? ഒന്നുകൂടെ 5 6 30 0 ശിഷ്ടം 3 7 35 3 38 380 ആണ് കിട്ടുന്നത്. പക്ഷേ നമുക്ക് വേണ്ടത് 552 ആണ്. അപ്പോൾ നമ്മുടെ ഈ ഓപ്ഷൻ തെറ്റാണ്. അപ്പോൾ അടുത്ത ഓപ്ഷൻ ഇട്ട് കൊടുക്കുക, അടുത്ത ഓപ്ഷൻ ഇട്ട് കൊടുക്കുക. ഓക്കെ, SN = n/2 ഇൻറ്റു TN + T1 ആണ്. TN + T1. അടുത്ത ഓപ്ഷൻ 12 ആണ്. ഓപ്ഷൻ 12 ഇട്ട് കൊടുക്കുക. 12 ഇട്ട് കൊടുക്കുമ്പോൾ ഇതാ നോക്കിക്കോ, ഓപ്ഷൻ 12 കൊടുക്കുമ്പോൾ എന്നിൻ്റെ വാല്യൂ ഞാൻ 12 കൊടുത്ത് 12/2 ഇൻറ്റു TN എന്ന് പറഞ്ഞാൽ എത്രയാണ്? TN എന്ന് പറഞ്ഞാൽ 12ാം പദം. 12ാം പദം എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 12ാം പദം കണ്ടുപിടിക്കുന്നത് ഒന്നാമത്തെ പദത്തിനൂടെ പൊതുവ്യത്യാസം 11 വട്ടം കൂട്ടിയത്. 12ാം പദം കണ്ടുപിടിക്കുക ഒന്നാമത്തെ പദത്തിനൂടെ പൊതുവ്യത്യാസം 11 വട്ടം കൂട്ടി. അപ്പോൾ ഒന്നാമത്തെ പദം എത്ര? ഇവിടെ 2 ആണ്. 2ന്റെ കൂടെ 11 ഇൻറ്റു D. 11 ഇൻറ്റു D എന്ന് വെച്ചാൽ പൊതുവ്യത്യാസം 8 ആണ്. അപ്പോൾ എന്തുകൊണ്ട് 2 + 18 88. 88 2 കൂടുമ്പോൾ 90. മനസ്സിലായോ? 11 ഗുണം 8 18 88 2 കൂടുമ്പോൾ 90. ഈ 90 എന്ന് പറയുന്നതാണ് അവസാന പദം TN. അപ്പോൾ TN നമ്മൾ കണ്ടുപിടിക്കും. ഇവിടുത്തെ TN നമ്മൾ 10 കൊടുത്തപ്പോൾ 10ാം പദം കണ്ടുപിടിച്ചു. അത് ഇവിടെ എഴുതിയേക്കുന്നത് 74. ഇവിടെ നോക്കിയേ, ഇവിടെ TN എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണ്? 90 ആണ്. 90 അവസാന പദം 90. അപ്പോൾ 12ാം പദം ഇട്ട് കൊടുക്കുമ്പോൾ ഓപ്ഷനിൽ 12 ഇട്ട് കൊടുക്കുമ്പോൾ 12ാം പദമാണ് അവസാന പദം. അവസാന പദം 90 അല്ലയോ? 90 ഇട്ട് കൊടുത്താണ്ട് 90 + T1 എന്ന് വെച്ചാൽ 2. ഓക്കെ ആണല്ലോ? ആണ്ടേ ഇവിടെ നോക്കാം, 12 2 വെച്ചിരിക്കുമ്പോൾ 6 കിട്ടും. ഇൻറ്റു 90 + 2 92. കൂട്ടിക്കഴിഞ്ഞാൽ ബ്രാക്കറ്റിൻ്റെ ആവശ്യമില്ല, ബ്രാക്കറ്റ് പൊളിക്കുക. ഓക്കെ ആണല്ലോ? ഇനി നോക്കാം, 6 ഇൻറ്റു 92. 6 ഇൻറ്റു 92. ഓക്കെ ആണല്ലോ? 6 12 2 ശിഷ്ടം 1 കിട്ടും. ഓക്കെ, 9 6 54 1 55 552 എന്ന് കിട്ടി. 552 കിട്ടി. നമ്മുടെ ആൻസർ ശരിയാണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 12 ഇട്ട് കൊടുക്കുമ്പോഴായിരിക്കും കിട്ടുന്നത്. ഇപ്പം ഞാൻ ആദ്യം ഇത് മായ്ച്ച് എന്തുകൊണ്ട് കളഞ്ഞില്ല എന്ന് പറഞ്ഞാൽ 10 കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരവും 12 കൊടുത്തപ്പോൾ കിട്ടിയ ഉത്തരവും കിട്ടി. ഇത് ഓപ്ഷനിൽ നിന്ന് കയറുന്നതാണ് നല്ലത്. അല്ലാതെ ചെയ്താൽ നിന്ന് ഒരുപാട് സ്റ്റെപ്പ് ചെയ്യേണ്ടി ക്വാഡ്രാറ്റിക് ഇക്വേഷനൊക്കെ നമ്മൾ ചെയ്ത് പോകേണ്ടി വരും. അതിനെക്കാട്ടി ഏറ്റവും എളുപ്പം ഇതാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് പറയുന്നത്, FULL ഫുൾ എന്ന് പറഞ്ഞത് EXGS എന്നാണ് പറയുന്നത്. എങ്കിൽ ടയർ അല്ലെങ്കിൽ TIER എന്ന് പറയുന്നത് എന്താണ് വിളിച്ചിരിക്കുന്നത്? ഓക്കെ, ഇതിനകത്ത് നമ്മൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. A ഓപ്ഷൻ, B ഓപ്ഷൻ, C, D ഓപ്ഷൻ, 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കിതെങ്ങനെ ചെയ്യാം? എളുപ്പം ചെയ്യാൻ പറ്റുന്ന രീതി എന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാം. ഈ കഴിഞ്ഞാണ് F വരുന്നത്. ഈ കഴിഞ്ഞാണ് F വരുന്നത് എന്ന് വെച്ചാൽ Fനെക്കാട്ടിൽ 1 കുറവാണ്. -1 കുറവാണ് E എന്ന് പറഞ്ഞാൽ. ഈ കഴിഞ്ഞിട്ടാണ് F വരുന്നത്. വെച്ചാൽ Fനെക്കാട്ടി 1 കുറവാണ് ഇവിടെ. ഇപ്പം ഇത് തമ്മിൽ 1ന്റെ വ്യത്യാസമുണ്ട്. ഇതിനെക്കാട്ടി 1 കുറവാണ് ഇവിടുത്തെ ഫസ്റ്റ് ലെറ്റർ. അടുത്തത് U കഴിഞ്ഞാൽ VWX. ഇത് കഴിഞ്ഞാൽ ഇവിടുത്തെ അടുത്ത ലെറ്റർ എന്ന് പറയുന്നത് ഈ പറയുന്ന X എന്ന് പറയുന്നത് 3 ലെറ്റർ കൂടുതലാണ്. കിട്ടിയല്ലോ? അപ്പോൾ UVWX 3 ലെറ്റർ കൂടുതലാണ്. ഓക്കെ, അടുത്ത L എന്ന് പറയുന്നത് നോക്കിയേ. L എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ G എന്നാണ് കാണിക്കുന്നത്. GHIJKL. G കഴിഞ്ഞ് 5ാമത്തെ ലെറ്ററാണ് L. മനസ്സിലായോ? G കഴിഞ്ഞ് GHIJKL. മനസ്സിലായല്ലേ? ഇതിനെക്കാട്ടി 5 ലെറ്ററൂടെ കഴിഞ്ഞാണ് ഇത് വരുന്നത്. എന്ന് വെച്ചാൽ ഇതിനെക്കാട്ടിൽ 5 ലെറ്റർ മുന്നെയാണ്, Lനെക്കാട്ടി 5 ലെറ്റർ മുന്നെയാണ് G കിടക്കുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ -5. ഇവിടുത്തെ ആദ്യം 1 കുറഞ്ഞു, പിന്നെ 3 കൂടി, വീണ്ടും 5 കുറഞ്ഞു. പിന്നെ നോക്കാം, LMNOPQRS. ഇതിനെക്കാട്ടിൽ എത്ര? ഒരു 7 ലെറ്ററും കൂടെ കൂടുതലാണ്. 7 ലെറ്റർ കൂടെ കൂടുതൽ. നോക്കിയേ. അപ്പം നിങ്ങൾ ഒന്നുകൂടെ നോക്കിയേ. ആദ്യത്തെ ഇവിടുത്തെ 1 കുറഞ്ഞു, 1 കുറഞ്ഞു, പിന്നെ 3 കൂടി, പിന്നെ 5 കുറഞ്ഞു,
പിന്നെ 7 കൂടി. മനസ്സിലായോ? 1 കുറഞ്ഞു 3 കൂടി, 5 കുറഞ്ഞ് 7 കൂടി. അപ്പോൾ 1 3 5 7 എന്ന് പറഞ്ഞാൽ ഒറ്റ സംഖ്യ ഉണ്ടല്ലോ, 1 3. ഓക്കെ, അതാണ് ഇവിടെ 1 3 5 7 എന്ന ഒറ്റ സംഖ്യ 1 3 5 7. പക്ഷെ ഇവിടുത്തെ കുറവ് ആദ്യം ഇവിടെ കുറയുന്നു, പിന്നെ കൂടുന്നു, വീണ്ടും കുറയുന്നു, പിന്നെ കൂടുന്നു. എന്ന് വെച്ചാൽ 1 ലെറ്റർ കുറയുന്നു, 3 ലെറ്റർ കൂടുന്നു, 5 ലെറ്റർ കുറയുന്നു, 7 ലെറ്റർ കൂടുന്നു. അതേ ഫോർമാറ്റ് തന്നെ ഇവിടെയും ചെയ്താൽ മതി, അതേ ഫോർമാറ്റ് തന്നെ നമുക്ക് ഇവിടെയും ചെയ്താൽ മതി. മനസ്സിലായല്ലോ? ഓക്കെ, ടിക്ക് തൊട്ട് മുന്നേ ഉള്ള ലെറ്റർ എന്ന് വെച്ചാൽ 1 ലെറ്റർ കുറയണം. ഇവിടെ -1 1 കുറയണം, ഒന്ന് പറയണം. എസ് വരും, എസ് ആണ് ടിക്ക് തൊട്ട് മുന്നേ വരുന്ന ലെറ്റർ, എസ് ആണ്. ഓക്കെ ആണല്ലോ? എസ്സിൽ തുടങ്ങുന്ന 2 ഓപ്ഷൻസേ ഇതിനകത്തുള്ളൂ. അപ്പോൾ തന്നെ നമ്മൾ ഈ 2 ഓപ്ഷൻസും അന്നേരം ക്യാൻസൽ ചെയ്തേക്കണം. 2 ഓപ്ഷൻസേ ഉള്ളൂ. ഇനിയാണ് ഇവിടെ തന്നെ 1 കുറഞ്ഞ അടുത്ത 3 കൂടുക. 3 കൂടുക എന്ന് വെച്ചാൽ ഐ കഴിഞ്ഞ 3 JKL അടുത്ത 3 ലെറ്റർ കൂടി. 3 ലെറ്റർ കൂടുമ്പോൾ L വരും. 3 ലെറ്റർ കൂടി +3 ലെറ്റർ കൂടിയപ്പോൾ L വന്നു. എസ് കഴിഞ്ഞാൽ L വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ ഇതും ക്യാൻസൽ ചെയ്യുക. അവിടെ ഓപ്ഷൻ ഡി ഓപ്ഷനാണ്, എസ് കഴിഞ്ഞാൽ L വരുന്നത്. അടുത്ത നോക്കിയേ, ഇ എന്ന് കഴിഞ്ഞാൽ 5 ലെറ്റർ കുറയ്ക്കണം. മനസ്സിലായല്ലോ? ഇസഡിൽ നിന്ന് ഒരു 5 ലെറ്റർ ബാക്കിലോട്ട് കൊടുത്തേ. പിന്നെ ഇസഡ് നോക്കട്ടെ, ABCDE. ഇസഡ് കഴിഞ്ഞാൽ അത് ABCDE അല്ലേ, 5 ലെറ്റർ ആണ്. അപ്പോൾ ബാക്കിലോട്ട് വരുമ്പോൾ ഇസഡിൽ നിന്ന് ബാക്കിലോട്ട് വരുമ്പോൾ ABCDE 5 ലെറ്റർ ബാക്കിലോട്ട് വരും. അപ്പോൾ ഇവിടെ 5 കുറയുക, ഇസഡിൽ നിന്ന് 5 ലെറ്റർ കുറയണം. അപ്പോൾ ഇയിൽ നിന്ന് 5 ലെറ്റർ എത്ര, 1 കൂടി, 1 കുറഞ്ഞ് 3 കൂടി, അടുത്ത 5 കുറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? ഇവിടെ ഇസഡ് ആണ് വരുന്നത്. ഓക്കെ ആണല്ലോ? പിന്നെ എത്ര, 6ൽ നിന്ന് 7 ലെറ്റർ കൂടണം. 6ൽ നിന്ന് എത്ര, 1 കുറഞ്ഞ് 3 കൂടി, 5 കുറഞ്ഞു, അടുത്ത 7 കൂടണം. 7 കൂടുമ്പോൾ STUVWXY ആണ്. മനസ്സിലായില്ലേ? 7 ലെറ്റർ കൂടുമ്പോൾ ഇവിടെ എത്ര വരും? Y എന്ന ലെറ്റർ വരും, Y വരും, +7 വരും. അതാണ് വന്നേക്കുന്നത്. നമ്മൾ ഇത്രയൊന്നും ചെയ്യേണ്ട. ഈ 2 എണ്ണം കിട്ടുമ്പോൾ എസ് എല്ലും കിട്ടുമ്പോൾ തന്നെ നമ്മുടെ ആൻസറായി. വേറെ പ്രത്യേകിച്ചും ചെയ്യേണ്ട കാര്യമില്ല. ചെയ്യുന്നതിൻ്റെ ഫോർമാറ്റ് പോകുന്നത് 1 കുറഞ്ഞു 3 കൂടി, 5 കുറഞ്ഞ് 7 കൂടി, 1 3 5 7 ഒറ്റ സംഖ്യയാണ്. ആ ഫോർമാറ്റാണ്. പക്ഷേ ആദ്യത്തെ കുറയുന്നു, പിന്നെ കൂടുന്നു, പിന്നെ കുറയുന്നു, പിന്നെ കൂടുന്നു. ഇതാണ് അതിനകത്ത് ചെയ്തേക്കുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, നേരെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. XYZ എന്നിവർ സഹോദരിമാരാണ്. W വിയുടെ സഹോദരനാണ്. വൈയുടെ മകളാണ്. എങ്കിൽ X എന്ന് പറയുന്നത് ഡബ്ല്യുവിൻ്റെ ആരാണ്? ഡബ്ല്യുവിൻ്റെ ആരോട് ബന്ധപ്പെട്ടിരിക്കുന്നു? അതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഒന്നുകൂടെ ക്വസ്റ്റ്യൻ പറയാം. XYZ ഇവർ 3 പേര് സഹോദരിമാരാണ്. ഓക്കെ ആണല്ലോ? എന്നിട്ട് W വിയുടെ സഹോദരനാണ്. W എന്ന് പറയുന്നത് വിയുടെ സഹോദരനാണ്. വൈയുടെ മകളാണ് വി, അല്ലെങ്കിൽ വി എന്ന് പറയുന്നത് വൈയുടെ മകളാണ്. എങ്കിൽ X ഡബ്ല്യുവിൻ്റെ ആരാണ്? X എന്ന് പറയുന്നത് ഡബ്ല്യുവിൻ്റെ ആരാണ്? X എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? കാര്യമൊന്നുമില്ല, വളരെ സിമ്പിളാണ്. XYZ. ഓക്കെ ആണല്ലോ? XYZ ഇവർ 3 പേര് സഹോദരിമാരാണ്. ഇപ്പോൾ ഇവർ 3 പേരും സിസ്റ്റേഴ്സ് ആണ്. എല്ലാവരും സിസ്റ്റേഴ്സ് ആണ്. ഓക്കെ ആണല്ലോ? ഇവരെല്ലാം ഒരമ്മയുടെ അച്ഛൻ്റെ മക്കളാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇവർ 3 പേരും സഹോദരൻ. ഇനി എന്താ പറയുന്നത്? വി എന്ന് പറയുന്നത്, രണ്ടാമത്തെ സെന്റൻസ് പറയുന്നത് W എന്ന് പറയുന്നത് വിയുടെ സഹോദരനാണ്. W വിയുടെ സഹോദരൻ. അപ്പോൾ വിയും W സഹോദരന്മാരാണ്. ഓക്കെ ആണല്ലോ? ഇനി എന്താണ് പറയുന്നത്? അടുത്ത സെന്റൻസ് കൂടെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വരയ്ക്കാവുള്ളൂ. എങ്കിൽ വൈയുടെ മകളാണ് ആരെന്ന് പറയുന്നത്? വി, അല്ലെങ്കിൽ വി എന്ന് പറയുന്നത് വൈയുടെ മകളാണ്. ഓക്കെ, വൈയുടെ മകളാണ് വി. വൈയുടെ മകളാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് മദറാണ്, ഇത് മകളാണ്. മനസ്സിലായല്ലോ? ഓക്കെ, ഇത് ഡോട്ടറാണ്. ഇനി എന്താ? വിയും ഡബ്ല്യുവും സഹോദരന്മാരാണ്. ഡബ്ല്യുവിൻ്റെ സഹോദരിയാണ് വി എന്ന്, അല്ലെങ്കിൽ വിയുടെ സഹോദരനാണ് W എന്ന് പറയുന്നത്. വിയുടെ സഹോദരനാണ് W എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ ബ്രദറും സിസ്റ്ററുമാണ്. മനസ്സിലായല്ലോ? ഇവർ ആങ്ങളെയും പെങ്ങളുമാണ് ഇവർ തമ്മിൽ. കാര്യം എന്താ? W എന്ന് പറയുന്നത് വിയുടെ സഹോദരനാണെന്ന് പറയുന്നത്. അപ്പോൾ ഇവർ ആങ്ങളെയും പെങ്ങളുമാണ്. അതേപോലെ തന്നെ വി എന്ന് പറയുന്നത് വൈയുടെ മകളാണ്. വി എന്ന് പറയുന്നത് വൈയുടെ മകളാണെന്ന് പറഞ്ഞാൽ വൈയുടെ 2 മക്കളാണ് എന്തെന്ന് പറഞ്ഞാൽ ഡബ്ല്യുവും വിയും എന്ന് പറയുന്നത്.
ഇനി കണക്ഷൻ ചോദിച്ചേക്കുന്നത് ആരുമായിട്ടാണ് എങ്കിൽ ഈ ഡബ്ല്യുവും എക്സും തമ്മിലുള്ള കണക്ഷനാണ് ചോദിച്ചേക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഡബ്ല്യുവിൻ്റെ ആരാണ് എക്സ് എന്ന് വെച്ചാൽ നമുക്ക് പറയാം ഡബ്ല്യുവിൻ്റെ അമ്മയുടെ സഹോദരിയാണ്. ഡബ്ല്യുവിൻ്റെ അമ്മയുടെ സഹോദരി. അമ്മയുടെ സഹോദരിയെ ഒന്ന് നമ്മൾ സാധാരണ കുഞ്ഞമ്മ അല്ലെങ്കിൽ വല്യമ്മ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ഓപ്ഷനകത്ത് കൊടുത്തേക്കുന്നത് അമ്മായി എന്നാണ്. അപ്പോൾ ആൻസർ അമ്മായിയാണ് കേട്ടോ. ഇവിടെ അമ്മായിയാണ് കൊടുത്തേക്കുന്നത്. അമ്മായിയാണ് ആൻസറായിട്ട് കൊടുത്തേക്കുന്നത്. കാര്യം സാധാരണ അമ്മയുടെ സഹോദരിയെ എന്താണ് വിളിക്കുന്നത്? ഒന്നീ കുഞ്ഞമ്മ അല്ലെങ്കിൽ വല്യമ്മ എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഈ അമ്മായി വരുന്നത് എപ്പോഴാണ്? അമ്മായി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ ആങ്ങളയുടെ വൈഫിനെയാണ്. അമ്മയുടെ എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ മാമൻ്റെ ഭാര്യ എന്നൊക്കെ പറയത്തില്ല, അമ്മയുടെ ആങ്ങളയുടെ ഭാര്യയാണ് നമ്മൾ അമ്മായി എന്നൊക്കെ സാധാരണ പറയുന്നത്. ഇവിടുത്തെ ഓപ്ഷനകത്ത് അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് ഇവിടെ അമ്മായി എന്നാണ് നമുക്ക് ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. ക്വസ്റ്റ്യൻ നോക്കിയേ. അനു വടക്കോട്ട് 30 മീറ്റർ നടന്ന ശേഷം വലത്തേക്ക് തിരിഞ്ഞ് 40 മീറ്റർ നടന്നു. വീണ്ടും വലത്തേക്ക് തിരിഞ്ഞ് 55 മീറ്റർ നടന്നു. അതിനുശേഷം ഇടത്തേക്ക് തിരിഞ്ഞ് 25 മീറ്റർ നടന്നു. വീണ്ടും ഇടത്തേക്ക് തിരിഞ്ഞ് 25 മീറ്ററോട് നടന്നു. എങ്കിൽ ഇപ്പോൾ അവൾ പ്രാരംഭ ദിശയിൽ നിന്നും എത്ര അകലെയാണ്, ഏത് ദിശയിലാണ്? മനസ്സിലായല്ലോ. ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പം അനു എന്ന് പറയുന്ന പെൺകുട്ടി വടക്കോട്ട് 30 മീറ്റർ നടന്നു. അതിനുശേഷം വലത്തേക്ക് തിരിഞ്ഞ് 40 മീറ്റർ നടന്നു. വീണ്ടും വലത്തേക്ക് തിരിഞ്ഞ് 55 മീറ്റർ നടന്നു. പിന്നീട് ഇടത്തേക്ക് തിരിഞ്ഞ് 25 മീറ്ററും ഒരിക്കൽ കൂടി ഇടത്തേക്ക് തിരിഞ്ഞ് 25 മീറ്റർ നടന്നിട്ടുണ്ട്. എങ്കിലിപ്പോൾ അവൾ പ്രാരംഭ ദിശയിൽ നിന്ന് എത്ര അകലെയാണ്, ഏത് ദിശയിലാണ്? ഓക്കെ, നമുക്കൊരു കാര്യം നോക്കാം. നമുക്കൊരു ഡയറക്ഷൻ വരയ്ക്കാം. ഡയറക്ഷൻ വരയ്ക്കുമ്പോൾ എപ്പോഴും ഞാൻ ക്ലാസ്സിൽ എപ്പോഴും പറയാറുള്ളത് പോലെ നോക്കിക്കോ. ഓക്കെ, മുകളിൽ വരുന്ന ഭാഗം വടക്കായിരിക്കും, വടക്ക്. താഴെ തെക്കായിരിക്കും, വലതുവശത്ത് കിഴക്കായിരിക്കും, ഇടതുവശത്ത് പടിഞ്ഞാറായിരിക്കും. ഇത് 4 ഡയറക്ഷൻസാണ്. അനു ഇപ്പോൾ മുകളിൽ എപ്പോഴും വടക്കായിരിക്കും, താഴത്തേക്ക് ഏത് ഡയറക്ഷൻ വരച്ചാലും വലതുവശത്ത് കിഴക്ക്, ഇടതുവശത്ത് പടിഞ്ഞാറാണ്. ഓക്കെ ആണല്ലോ. ഇനി ഒരാൾ വലത്തേക്ക് തിരി ഇടത്തേക്ക് തിരി എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ കിടന്ന് തിരിയരുത്. മനസ്സിലായോ? പകരം എന്തിനാ ഒരാൾ വലത്തേക്ക് ഇരിക്കാൻ പറഞ്ഞപ്പോൾ ഇവിടെ മുഖം ഇരിക്കുക, വടക്കോട്ട് ഇരിക്കുന്ന ഒരാൾ വലത്തേക്ക് ഇരിക്കാൻ പറഞ്ഞാൽ ക്ലോക്കിലെ സൂചി തിരിയുന്ന പോലെ 90 ഡിഗ്രി തിരിയണം. ഇനി നമ്മൾ പറയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇടത്തേക്ക് ഇരിക്കാൻ പറഞ്ഞാൽ 90 ഡിഗ്രി ഇടത്തേക്ക് ഇരിയണം. അതിന് ക്ലോക്കിനെതിരെ തിരിയണം. അതാണ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. ക്ലോക്കിനെതിരെ ഇപ്പോൾ ദാണ്ട കിഴക്കോട്ട് നോക്കിയിരിക്കുന്ന ഒരാൾ വലത്തേക്ക് ഇരിക്കാൻ പറഞ്ഞാൽ 90 ഡിഗ്രി ഇരിയണം. ഇങ്ങനെ ഇടത്തേക്ക് ഇരിക്കാൻ പറഞ്ഞാൽ ക്ലോക്കിനെതിരെ 90 ഡിഗ്രി. ഇപ്പോൾ ഇവിടുത്തെ ആംഗിൾ 90. ഇത് 90, 90, 90, 4 90 കൂടുമ്പോൾ 360. വൃത്തത്തിൻ്റെ മൊത്തം ഡിഗ്രി 360. ഇവിടെ തൊട്ട് ഇവിടെ വരെ 90 ഡിഗ്രി. ഇത് 90 ഡിഗ്രി, ഇതും 90 ഡിഗ്രി, ഇതും 90 ഡിഗ്രി, ഇതും 90. മൊത്തത്തിൽ 90, 90, 360. ഓക്കെ ആണല്ലോ. ഓക്കെ, നമുക്ക് താണ്ട ജസ്റ്റ് ഞാൻ വായിക്കുവാണേ. ഓക്കെ, ഓക്കെ, അപ്പം നമുക്ക് നോക്കേ. അപ്പോൾ ഇപ്പം ഞാൻ തെക്കോട്ട് വയ്ക്കുന്ന വലത്തേക്ക് ഇരാൻ പറഞ്ഞാൽ ക്ലോക്കിൽ സൂചി 90 ഡിഗ്രി, ഇടത്തേക്ക് ഇരാൻ പറഞ്ഞാൽ ക്ലോക്കിൽ സൂചിക്കെതിരെ 90 ഡിഗ്രി. അപ്പോൾ അതാ ഇവിടെ നിന്നാണ് അനു നടക്കുന്നത്. അപ്പോൾ എപ്പോഴും ഈ 4 കൂടിയ കവലയെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. 4 കൂടിയ കവലയെ നമ്മൾ അനുവിനെ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അനു ഇതാ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. അനു എങ്ങോട്ട് പോയി? വടക്കോട്ട് പോയി. എത്ര മീറ്റർ പോയി? 30 മീറ്റർ പോയി. അനു ഇവിടുന്ന് ഒരു 30 മീറ്റർ വടക്ക് പോയി. ഇവിടെ ഒരു 30 മീറ്റർ സഞ്ചരിച്ചു. 30 മീറ്റർ സഞ്ചരിച്ച ശേഷം വലത്തേക്ക് തിരിഞ്ഞു. പേന കൊണ്ട് ഇങ്ങനെ തന്നെ വെക്കുക. പേന ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഇങ്ങനെ ഇപ്പോൾ വടക്കോട്ടാണ് നിൽക്കുന്നത്. വലത്തേക്ക് തിരിയാൻ പറഞ്ഞാൽ ക്ലോക്കിലെ സൂചി ഇരുന്ന പോലെ 90 ഡിഗ്രി ഇരിക്കുക. വലത്തേക്ക് തിരിഞ്ഞിട്ട് എത്ര മീറ്റർ നടന്നു? ഒരു 40 മീറ്റർ നടന്നു. ഒരു 40 മീറ്റർ നടന്നു. ഓക്കെ ആണല്ലോ. പേന അങ്ങനെ തന്നെ കൊണ്ടിട്ട് വെക്കുക. വീണ്ടും വലത്തേക്ക് തിരിഞ്ഞ് എത്ര? ഒരു 55 മീറ്റർ നടന്നു. ഒരു 55 മീറ്റർ നടന്നു. ഓക്കെ ആണല്ലോ. ഇതാണ്ടേ വീണ്ടും വലത്തേക്ക് തിരിയാണ്ട ക്ലോക്കിലെ സൂചി ഇരുന്നവരെ തിരിയുക. എന്നതിന് ശേഷം 55 മീറ്റർ നടക്കുക. ഇവിടെ എത്തുമ്പോൾ ചിലർക്ക് ഇവിടെ എത്തുമ്പോൾ തന്നെ 55 ആവും. ചിലർക്ക് ഇവിടെ എത്തുന്നതിന് മുന്നേ തന്നെ 55 ആവും. ചിലർക്ക് ഇവിടെ എത്തുമ്പോൾ 55 ആവും. ചിലർക്ക് ഇവിടെ എത്തുന്നതിന് മുമ്പ് 55 ആവും. ഓക്കെ ആണല്ലോ. ഒരു കാരണവശാലും അങ്ങനെ തിരിയരുത്. കാര്യം ഇത് 30 ആണെങ്കിൽ ഇവിടം വരെ 30 ഉള്ളൂ. 55 എന്ന് പറഞ്ഞാൽ ബാലൻസ് ഉള്ള 25 ഇങ്ങോട്ട് വരണം. 25 ബാലൻസ് 25 ഇങ്ങോട്ട് അടക്കണം. മനസ്സിലായോ? എന്നാലേ 30ഉം 25ഉം 55 ആവും. കാര്യം ഇത് 30 ഇത് 30 വരത്തുള്ളൂ. ബാക്കി 25 കൂടെ 55. പേന കൊണ്ട് ഇങ്ങനെ വെച്ചു. ഇവിടെ നിന്ന് അവൻ എങ്ങോട്ട് ഇരുന്നു? അവൾ അങ്ങോട്ട് തിരിഞ്ഞു. ഇടത്തേക്ക് തിരിഞ്ഞു. ഇടത്തേക്ക് തിരിഞ്ഞു എന്നാ പറഞ്ഞേ. ഇടത്തേക്ക് തിരിഞ്ഞു 25 മീറ്റർ സഞ്ചരിച്ചു. ഇടത്തേക്ക് തിരിഞ്ഞിട്ട് എത്ര? 25 മീറ്റർ സഞ്ചരിച്ചു. ഒരു 25 മീറ്റർ സഞ്ചരിച്ചു. ഓക്കെ ആണല്ലോ. 25 മീറ്റർ സഞ്ചരിച്ചു. ഈ 25 എന്ന് പറഞ്ഞാൽ ഈ 55നകത്ത് 30 കഴിഞ്ഞുള്ള ബാലൻസ് ഉള്ള 25. ഓക്കെ ആണല്ലോ. പിന്നീട് അവൾ ഒരിക്കൽ കൂടി ഇടത്തേക്ക് അവസാനമായിട്ട് ഒരിക്കൽ കൂടി ഇടത്തേക്ക് 25 മീറ്റർ ആണ്. പേന കൊണ്ട് ഇങ്ങനെ വെച്ചു. ഇവിടെ ഇരിക്കുന്ന ഇടത്തേക്ക് ഇരാൻ പറഞ്ഞാൽ ഇങ്ങനെയായിരുന്നു. പിന്നെ നടന്ന് 25 നടന്ന ശേഷം ഒരിക്കൽ കൂടി 25 പറഞ്ഞാൽ ക്ലോക്കിലെ സൂചിക്കരുത്. ഇടത്തേക്ക് തിരിഞ്ഞ് 25 നടന്നു. 25 മീറ്റർ സഞ്ചരിച്ചു. കണ്ടേ
25 മീറ്റർ സഞ്ചരിച്ചു. അപ്പോൾ ഇത് 25. കാര്യം എന്താ, ഇത് 25 ആണെങ്കിൽ ഇതും 25 ആയിരിക്കും. ഓക്കെ, അവൾ താണ്ട് ഈ ലൈനിൽ തന്നെ തിരിച്ചെത്തി. ഓക്കെ, അപ്പോൾ ഈ പ്രാരംഭ ദിശ എന്ന് വെച്ചാൽ ഇതാണ്, അവൾ നിൽക്കുന്നത് ഇപ്പോൾ ഇവിടാണ്. ഓക്കെ, അപ്പോൾ ഈ അകലം നമുക്ക് കണ്ടുപിടിച്ചാൽ മതി, ഈ അകലം കണ്ടുപിടിച്ചാൽ മതി. നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ 4 കൂടിയ കവല വരയ്ക്കുമ്പോൾ, ഇങ്ങനെ 4 കൂടിയ ഇപ്പോൾ എപ്പോഴും നിൽക്കുമ്പോൾ ഈ ലൈനിൽ എവിടെങ്കിലുമാണ്, ഇവിടുന്ന് തുടങ്ങി ഈ ലൈനിൽ എവിടെങ്കിലും ആണോ, അല്ലെങ്കിൽ ഈ ലൈനിൽ എവിടെങ്കിലോ, അല്ലെങ്കിൽ ഈ ലൈനിൽ എവിടെങ്കിലോ, ഇവിടെ എവിടെങ്കിലോ, ഈ ലൈനകത്ത് തന്നെ അയാൾ തിരിച്ചു വന്ന് നിൽക്കുവാണെങ്കിൽ നമ്മൾ ദൂരം അളന്നെടുത്ത് വെച്ചാൽ മതി. ദൂരം അളന്നെടുത്താൽ മതി. റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അല്ലെങ്കിൽ മട്ടത്രികോണം വരയ്ക്കേണ്ട കാര്യമില്ല. ഇനി ഇവിടെ എവിടെയെല്ലോ വന്ന് നിൽക്കുന്നെങ്കിൽ നമ്മൾ മട്ടത്രികോണം വരയ്ക്കണം. പക്ഷേ ഈ ലൈനിൽ തന്നെ വന്ന് നിൽക്കുവാണെങ്കിൽ മട്ടത്രികോണം വരയ്ക്കണ്ട. ഓക്കെ, അപ്പം നിങ്ങൾ നോക്കിയേ, ഇവിടെ തൊട്ടുള്ള ഈ അകലം എത്ര? 40. അപ്പോൾ ഇവിടെ തൊട്ടുള്ള ഈ അകലം എന്ന് പറയുന്നതും 40 തന്നെ ആയിരിക്കും. ഈ അകലം എത്ര? 25. അപ്പോൾ ഈ അകലം എത്ര തന്നെ ആയിരിക്കും? 25 ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ 40 പ്ലസ് 25 സമയത്തിലേക്ക് 65 മീറ്റർ അകലെയാണ്. നമ്മൾ പ്രാരംഭ ദിശയിൽ നിന്ന് എത്ര പിന്നെ 65 മീറ്റർ അകലെയാണ്. ഇനി ഏത് ദിശയിൽ നിൽക്കുന്നു വെച്ചാൽ ഇവിടെ നിൽക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇതെന്ന് പറയുന്നത് ഈസ്റ്റ് ആണ്. മനസ്സിലായല്ലോ, ഈസ്റ്റ് ഡയറക്ഷൻ അല്ലെങ്കിൽ കിഴക്കാണ്. അപ്പോൾ 65 മീറ്റർ കിഴക്കാണ്. എത്രയാണ്? അപ്പോൾ അവൾ കിഴക്ക് ദിശയിലാണ് നിൽക്കുന്നത്, 65. ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇത് കിഴക്ക്, ഇത് വടക്ക്, ഇത് തെക്ക്, ഇത് പടിഞ്ഞാറ്. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ആൾ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നെങ്കിൽ കിഴക്കാണ്. എത്ര മീറ്റർ എന്ന് വെച്ചാൽ ഈ 40 25 കൂടുമ്പോൾ 65 മീറ്റർ കിഴക്കാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 1984 സെപ്റ്റംബർ 20 വ്യാഴാഴ്ചയായാൽ 1992 സെപ്റ്റംബർ 20 ഏത് ദിവസം? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പോൾ 1984 സെപ്റ്റംബർ 20 എന്ന് പറഞ്ഞാൽ വ്യാഴമാണ്. 1992 സെപ്റ്റംബർ 20 ഏത് ദിവസം? വളരെ സിമ്പിൾ, സെക്കൻഡുകൾക്കുള്ളിൽ ആൻസർ ചെയ്യാം. ഓക്കെ, 1984 സെപ്റ്റംബർ 20 എന്ന് പറയുന്നത് വ്യാഴമാണ്. വ്യാഴം എങ്കിൽ 1992 സെപ്റ്റംബർ 20 ഏത് ദിവസം? ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് ചെയ്യാൻ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ട ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1984 മുതൽ 1992 വരെ എത്ര വർഷം ഉണ്ടെന്ന് നോക്കണം. 1984 92 പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 92 നിന്ന് 84 കുറച്ച് നോക്കിയാൽ അത് ആൻസർ 8 വർഷം എന്ന് കിട്ടും. 8 വർഷം 1984 1992 ആകുമ്പോൾ 1984 85 86 87 88 89 90 91 92 8 വർഷം വരും. ഓക്കെ ആണല്ലോ? 8 വർഷം വന്നാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട പരിപാടി ഈ വ്യാഴത്തിൻ്റെ കൂടെ 8 ദിവസവും കൂട്ടുക. വ്യാഴത്തിൻ്റെ കൂടെ 8 ദിവസം കൂട്ടുക. ഇനി നമ്മൾ നോക്കേണ്ടത് ഇവിടെ 1984 എന്ന് പറയുന്നത് അതിവർഷമാണോ എന്ന് നോക്കണം. 84 അതിവർഷമാണോ, ഒരു വർഷം അതിവർഷമാണോ സാധാരണ വർഷമാണോ എന്നറിയാൻ ആ തന്നിരിക്കുന്ന വർഷത്തെ നിങ്ങൾ 4 വെച്ച് ഹരിച്ചു നോക്കിയാൽ മതി. 4 വെച്ച് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 2 3 വന്നാൽ അത് സാധാരണ വർഷവും, ശിഷ്ടം 0 വന്നാൽ അത് അതിവർഷമായിരിക്കും. അപ്പം 4 വെച്ച് ഹരിക്കുമ്പോൾ മൊത്തത്തിൽ ഹരിക്കണ്ട, അവസാനത്തെ 2 അക്കത്തെ മാത്രം ഹരിച്ചു നോക്കിയാൽ മതി. 84 മാത്രം ഹരിച്ചു നോക്കിയാൽ മതി. അപ്പോൾ 84 ഹരിക്കുമ്പോൾ 84 4 വെച്ചിരിക്കുമ്പോൾ 2 4 8 ശിഷ്ടം 0 4 അത്രയ്ക്ക് 1 4 4 ഇഷ്ടം 0. ഇത് അതിവർഷമാണ്. 84 എന്ന് പറഞ്ഞാൽ അതിവർഷമാണ്. പക്ഷേ ഒരു കുഴപ്പമുണ്ട്. നമ്മൾ ഒരു വർഷം അതിവർഷമാണ് എങ്കിൽ നമ്മളിനി അതിവർഷം എടുക്കുമ്പോൾ ആ പറയുന്ന കാലയളവിനിടയിൽ ഫെബ്രുവരി 29 ഉണ്ട് എങ്കിൽ മാത്രമേ നമ്മൾ അതിനെ ഒരു എഫക്റ്റുള്ള ഞാൻ ക്ലാസ്സിൽ പറയുന്ന പോലെ ഒരു എഫക്റ്റുള്ള അതിവർഷമാണ് നമുക്ക് കൂട്ടാൻ പറ്റത്തുള്ളൂ. എഫക്റ്റുള്ള അതിവർഷം എന്ന് വെച്ചാൽ ആ വർഷം ഒന്നെങ്കിൽ നമുക്ക് അതിനോട് ഒന്ന് കൂട്ടാൻ പറ്റത്തുള്ളൂ. കാര്യം എന്താ? ഫെബ്രുവരി 29 അതിൻ്റെ ഇടയിൽ വരുമ്പോഴേ ഒരു ദിവസത്തെ വ്യത്യാസം ഉണ്ടാകത്തുള്ളൂ. എന്നുവെച്ചാൽ നമ്മൾ അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടണം. പക്ഷേ 1984 അതിവർഷമാണ്. പക്ഷേ 84 അതിവർഷമാണെങ്കിൽ 84 ഇവിടെ ചെയ്യുന്നേക്കുന്ന സെപ്റ്റംബറിലാണ് തുടങ്ങിയിരിക്കുന്നത്. 1984 മുതൽ 85 വരെയുള്ള സെപ്റ്റംബർ 20 വരെയുള്ള ആ കാലഘട്ടത്തിനിടയിൽ 1984 സെപ്റ്റംബർ 20 മുതൽ 1985 സെപ്റ്റംബർ 20 വരെയുള്ള കാലഘട്ടത്തിന് ഇടയിൽ അതിവർഷം ഫെബ്രുവരി 29 വരുന്നില്ല. ഇതിൻ്റെ ഇടയിൽ 84 85 ഇടയിൽ വരുന്ന ഫെബ്രുവരി എന്ന് പറഞ്ഞാൽ 85 ഫെബ്രുവരിയാ. 85 സാധാരണ വർഷമാണ്. അപ്പോൾ അവിടെ ഫെബ്രുവരി 28 ദിവസമേ ഉള്ളൂ. അതുകൊണ്ട് ഇത് അതിവർഷമാണെങ്കിൽ പോലും നമ്മളൊന്നും കൂട്ടാൻ പാടില്ല, ഒരു ദിവസം കൂട്ടാൻ പാടില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഫെബ്രുവരി ഇത് പറയുന്നത് സെപ്റ്റംബർ മാസം ജനുവരി 20
ഫെബ്രുവരി 20 എന്നൊക്കെ പറഞ്ഞെങ്കിൽ ഈ ഫെബ്രുവരി 20, 84 ഫെബ്രുവരി 20 മുതൽ 85 ഫെബ്രുവരി 20 ഇടയിൽ വരുന്നത് ഈ 84 ഫെബ്രുവരി 29 കയറി വരും. അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ദിവസം കൂട്ടാം. പക്ഷെ അപ്പൊ ഈ 84 എഫക്റ്റ് ഇല്ല, കാര്യം അതിന്റെ ഇടയിൽ ഫെബ്രുവരി 29 ഇല്ല. അപ്പൊ 84 അതിവർഷം ആണെങ്കിൽ നമ്മൾ എടുക്കത്തില്ല. അടുത്ത അതിവർഷം തരും 84 കഴിഞ്ഞാൽ എടുത്ത് 88 എന്ന് പറഞ്ഞാൽ അതിവർഷമാണ്. 84, 85, 86, 87, 88. 88 4 വെച്ചിരിക്കുക 22 വരും. മനസ്സിലായല്ലോ? അപ്പൊ അതിന്റെ ഇടയിൽ എന്തുണ്ട്, ഫെബ്രുവരി 88 89 ഇടയിൽ എന്ത് വരുന്നുണ്ട്, ഫെബ്രുവരി 29 വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പൊ അതുകൊണ്ട് അതിന് എഫക്റ്റ് ഉള്ളതാണ്. അതുകൊണ്ട് ഒന്ന് എടുത്ത് ഒരു എത്ര അതിവർഷം ഉണ്ടോ അത് എടുക്കുക. അടുത്തത് 88 കഴിഞ്ഞാൽ ബാക്കി 92 വരുന്നത്. 92 അവസാനം നമുക്ക് 92 എഫക്റ്റ് ഉണ്ടോ എന്ന് വെച്ചാൽ എഫക്റ്റ് ഉണ്ട്. 92 സെപ്റ്റംബർ 20 വരെ. 92 സെപ്റ്റംബർ 20 എന്ന് വെച്ചാൽ 92 സെപ്റ്റംബർ മുന്നേ ഫെബ്രുവരി കയറി വരും. ആ കയറി വരുന്ന ഫെബ്രുവരി 92 ഫെബ്രുവരിയാ. 92 ഫെബ്രുവരിക്ക് 29 ദിവസം ഉണ്ട്. അപ്പൊ എന്താണ്, അതും എഫക്റ്റ് ഉള്ളത്. അപ്പൊ എന്താണ്, അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടുക. അപ്പൊ നമ്മൾ എത്ര അതിവർഷം ഉണ്ടെന്ന് നോക്കിയിട്ടല്ല, ഈ പറയുന്ന കാലയളവിനിടയിൽ ഈ ഫെബ്രുവരി 29 ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് അതിന് എഫക്റ്റ് ഉണ്ടോ ഇല്ലയോ നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പൊ 84 അതിവർഷമാണ്, 88 അതിവർഷം, 92 അതിവർഷം, 3 അതിവർഷം അല്ലെങ്കിൽ 3 ലീപ്പ് ഇയറിൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ട്. പക്ഷെ 3 ലീപ്പ് ഇയർ വരുന്നുണ്ടെങ്കിലും 84 ലീപ്പ് ഇയറിന് 84 എടുക്കുമ്പോൾ ആ 84 സെപ്റ്റംബർ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് ഫെബ്രുവരി 29 ഇടയിൽ വരുന്നില്ല. സെപ്റ്റംബർ തുടങ്ങും. ഫെബ്രുവരിയൊക്കെ കഴിഞ്ഞ് സെപ്റ്റംബറിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ ഇടയിൽ സെപ്റ്റംബർ തൊട്ട് അടുത്ത 85 സെപ്റ്റംബറിനിടയിൽ ഫെബ്രുവരി 29 ഇല്ല, 28 ഉള്ളൂ. അപ്പോൾ 29 ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ അതിവർഷമായിട്ട് നമ്മൾ എടുത്ത് അതിൻ്റെ ഒരു കാൽക്കുലേഷൻ കൊടുക്കത്തുള്ളൂ. ഇവിടെ അതില്ലാത്തതുകൊണ്ട് നമ്മളത് കൊടുത്തില്ല. ഇനി എന്ത് ചെയ്താൽ മതി, വ്യാഴത്തിൻ്റെ കൂടെ 8 1 9 1 10, വ്യാഴം പ്ലസ് 10, വ്യാഴത്തിൻ്റെ കൂടെ 10 ദിവസം കൂട്ടിയാൽ മതി. വ്യാഴത്തിൻ്റെ കൂടെ 10 കൂട്ടുന്നതിന് പകരം എന്ത് ചെയ്താലും മതി, 10 ദിവസത്തിനകത്ത് ഒരാഴ്ചയിൽ 7 ദിവസം അങ്ങ് പോകും. ബാക്കി എത്ര ഉണ്ട്, 3 ദിവസം. 3 കൂട്ടിയാലും മതി. 10 വ്യാഴത്തിനൂടെ 3 ദിവസം കൂടെ കൂട്ടിയാൽ മതി. വെള്ളി ശനി ഞായർ. നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഞായറായിരിക്കും. മനസ്സിലായോ? ഞായർ ആണ് നമ്മളുടെ ആൻസർ. കാര്യം എന്താ, എപ്പോഴും 7 ദിവസം കൂടുമ്പോൾ അതേ ഈ വ്യാഴം 7 ദിവസം കൂടുമ്പോൾ വീണ്ടും വ്യാഴം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. വെള്ളി ശനി ഞായർ 3 ദിവസത്തെ വ്യത്യാസം എടുത്താൽ മതി. ഇനി അഥവാ 10 തന്നെ നിങ്ങൾക്ക് എടുക്കണമെന്ന് നോക്കിയാൽ വ്യാഴത്തിൻ്റെ കൂടെ വെള്ളി ശനി ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം. 7 ആയപ്പോൾ വ്യാഴമായി, വെള്ളി ശനി ഞായർ 10 ദിവസമായപ്പോൾ ഞായറായി. മനസ്സിലായോ? അപ്പോൾ നമ്മൾ അത്രയും വലിയ സംഖ്യ എടുക്കേണ്ട. 7ന്റെ മൾട്ടിപ്പിൾ എപ്പോഴും വന്നാൽ 7 കഴിഞ്ഞിട്ടുള്ള ബാക്കി എടുത്താൽ മതി. മനസ്സിലായല്ലോ? ഇപ്പോൾ ഇവിടെ 14 ആണെങ്കിൽ നമ്മളെന്താ ഇത് തന്നെ, 15 ആണെങ്കിൽ ഈ 7 14 ബാക്കി ഒരു ദിവസം എടുത്താൽ മതി. 16 ആണെങ്കിൽ ഈ 7 14 2 ദിവസം എടുത്താൽ മതി. മനസ്സിലായി? അങ്ങനെ നമ്മൾ നോക്കിയാൽ മതി. ഇനി 7 ആണെങ്കിൽ വ്യാഴം തന്നെ ആയിരിക്കും ആൻസർ. 14 ആണെങ്കിൽ വ്യാഴം തന്നെ ആയിരിക്കും. 21 7ന്റെ മൾട്ടിപ്പിൾ ആണ് വന്നിരിക്കുന്നതെങ്കിൽ അതായിരിക്കും ഈ ദിവസം തന്നെ ആയിരിക്കും. അത് കഴിഞ്ഞത്തെ എന്തെങ്കിലും വരുവാണെങ്കിൽ ഇതിൻ്റെ കൂടെ കൂട്ടിയാൽ മതി. നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഞായറാഴ്ചയാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു 12 മണിക്കൂർ ക്ലോക്കിലെ കണ്ണാടിയിലെ പ്രതിഫലനം 1:45 കാണിക്കുന്നു എങ്കിൽ ക്ലോക്കിലെ യഥാർത്ഥ സമയം എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ. യഥാർത്ഥത്തിൽ ഇങ്ങനെ പറഞ്ഞാൽ ഒരു ക്ലോക്കിലെ കണ്ണാടിയുടെ പ്രതിബിംബത്തിലെ സമയം 1:45 ആയാൽ ക്ലോക്കിലെ യഥാർത്ഥ സമയം എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ. മനസ്സിലായല്ലോ? 1:45. നമുക്ക് 1:45 ആണല്ലോ എങ്കിൽ യഥാർത്ഥ സമയം നോക്കുക. അപ്പോൾ നമ്മൾ ഒറ്റ കാര്യം ആലോചിക്കുക. ക്വസ്റ്റ്യനിൽ പറയുന്ന സമയം 11 മണിക്കും 1 മണിക്കും ഇടയിലാണ് എങ്കിൽ, 11 മണിക്ക് 1 മണിക്ക് ഇടയിലാണെങ്കിൽ നമ്മൾ 23:60 നിന്ന് കുറയ്ക്കും. 1 മണിക്ക് ശേഷവും 11 മണിക്ക് ഇടയിലാണ് എങ്കിൽ നമ്മൾ 11:60 നിന്ന് കുറയ്ക്കും. പറയുന്ന ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഉദാഹരണം ഒരു ക്ലോക്ക് ഞാൻ കൊണ്ട് വരച്ചാൽ, ക്ലോക്ക് വരച്ചാൽ അണ്ടേ ഞാൻ വരയ്ക്കുക, ശ്രദ്ധിച്ചോണേ. ഒരു ക്ലോക്ക് പറയുന്ന സമയം ഈ 11 മണി മുതൽ 1 മണി വരെയുള്ള ഈ സമയമാണ്. 11 മണി മുതൽ 1 മണി വരെയുള്ള സമയമാണെങ്കിൽ നമ്മൾ 23:60 നിന്ന് ക്ലോക്ക് ഈ പറയുന്ന സമയം കുറയ്ക്കും. ഓക്കെ, ഇനി 1 മണിക്ക് ശേഷവും 11 മണിക്ക് ഇടയിലുള്ള ഈ സമയമാണ്. 1 മണിക്ക് ശേഷവും 11 മണിക്കിടയിലുള്ള ഈ സമയമാണെങ്കിൽ നമ്മൾ 11:60 നിന്ന് കുറയ്ക്കും. മനസ്സിലായല്ലോ? ക്ലോക്കിലെ യഥാർത്ഥ സമയം തന്നിട്ട് കണ്ണാടിയിലെ പ്രതിബിംബത്തിലെ സമയം ചോദിച്ചാലും, പ്രതിബിംബത്തിലെ സമയം തന്നിട്ട് യഥാർത്ഥ സമയം ചോദിച്ചാലും ക്വസ്റ്റ്യനിൽ പറയുന്നത് 1 മണിക്ക് ശേഷവും 11 മണിക്ക് ഇടയിലുള്ള സമയമാണ് നമ്മൾ 11:60 നിന്ന് കുറച്ചാൽ മതി. ഇനി 11 മണി മുതൽ 1 മണി വരെയാണ് നമ്മൾ 23:60 നിന്ന് കുറച്ചാൽ മതി. ഓക്കെ ആണല്ലോ? നമ്മളപ്പോൾ എന്താ 1:45 എന്ന് പറഞ്ഞാൽ 1 മണിക്ക് ശേഷമാണ് 1:45 വരുന്നത്. 11 മണിക്ക് മുന്നേമാണ്. അപ്പോൾ എന്താണ് നമ്മൾ എത്രയെന്ന് കുറയ്ക്കണം? 11:60 നിന്ന് കുറയ്ക്കണം. 11:60 നിന്ന് എത്ര കുറയ്ക്കണം? 1:45 കുറച്ചാൽ മതി. 60 45 കുറച്ച് കഴിഞ്ഞാൽ 15 കിട്ടും. 11 നിന്ന് 1 കുറച്ചാൽ 10 കിട്ടും. ആൻസർ 10
10:15 10:15 എന്നടിക്കും. ഇപ്പോൾ ക്ലോക്കിൽ യഥാർത്ഥ സമയം 10:15 കണ്ണാടിയിലെ പ്രതിബിംബത്തിൽ കാണിക്കുന്നത് അത് 1:45 എന്നായിരിക്കും കാണിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, യെസ്. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച 10 മാത്സ് ആൻഡ് മെന്റബിലിറ്റിയുടെ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ പരമാവധി പേരിലേക്ക് നിങ്ങളത് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ പഠിപ്പിച്ച എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.